നമസ്കാരം. ഇന്നത്തെ പരിശീലനം കഴിഞ്ഞ ട്രെയിനിങ്ങിന്റെ ഒരു തുടർച്ച എന്നോണമാണ് നടത്തുന്നത്. കഴിഞ്ഞ പരിശീലനത്തിൽ കഴിഞ്ഞ അനിൽ സാറിന്റെ ക്രിട്ടിക്കൽ കെയർ ആൻഡ് കോവിഡ് എന്ന പരിശീലനത്തിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് റിസസിറ്റേഷൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബേസ്ഡ് ലൈഫ് സപ്പോർട്ട് ഇതെല്ലാം ചേർത്തൊരു പരിശീലനം അറേഞ്ച് ചെയ്യണമെന്ന്. അപ്പോ അന്ന് തന്നെ ശ്രീരാം സാർ ജോയിന്റ് സെക്രട്ടറിയാണ് നമ്മളുടെ സാധാരണ ഈ പരിശീലനങ്ങൾക്കെല്ലാം സാറിനോട് നിങ്ങൾ അഡ്രസ് ചെയ്യാൻ വരാറുള്ളത്. ഇന്ന് സാർ ഒരു മീറ്റിംഗിലാണ്. സാർ പറഞ്ഞത് ഈ ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സാർ ജോയിൻ ചെയ്യാൻ കഴിയും. സാർ വിൽ ബി ജസ്റ്റ് ഗെറ്റിംഗ് ഇൻസൈഡ് ആൻഡ് അഡ്രസ്സിംഗ് യുവർ പീപ്പിൾ. 7 മണിക്ക് സാറിന് കയറാൻ പറ്റില്ലായിരിക്കും എന്നാണ് സാർ അറിയിച്ചത്. എനിവേ നമ്മൾക്ക് സെഷൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. വിനിഷ പറഞ്ഞതിൽ നിന്ന് ആഡ് ഓൺ ആയിട്ട് 2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. നമുക്കറിയാം ഇന്നിപ്പോ ഇത്രയും നേരമായിട്ട് നമുക്ക് 90ഓളം പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്തു. അപ്പൊ എല്ലാവരും ഒരു ചോദ്യം വെച്ച് ചോദിച്ചാൽ പോലും ചിലപ്പോൾ സാറിന് ആൻസർ ചെയ്യാനുള്ള ഒരു സമയവും സാഹചര്യവും ഉണ്ടായിന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചാറ്റിൽ തന്നെ ചോദിച്ചാല് കുറച്ച് ബേസിക് ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് സാറിന് ആൻസർ ചെയ്തിട്ട് ടൈം കഴിയുമ്പോൾ സാറിന് ലോഗ് ഔട്ട് ചെയ്യാം. ആൻഡ് ഈ ചാറ്റിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾ തിരിച്ച് ഒരു എക്സലിലാക്കി സാറിനെ കൊടുത്ത് സാറിനെ കൊണ്ട് ആൻസർ ചെയ്യിച്ച് വാങ്ങി നിങ്ങൾക്ക് തിരിച്ച് സർട്ടിഫിക്കറ്റിനോടൊപ്പം ഡിസിഗ്നേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം ഒരു ഫീഡ്ബാക്ക് ഫോം കൂടി ഉണ്ടാവും. ആ ഫീഡ്ബാക്ക് ഫോമിൽ നമ്മളുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് അയച്ചു തരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഒരു 100 പാർട്ടിസിപ്പൻസിന് സെൻഡ് ചെയ്യുമ്പോൾ ഒരു 20ഓളം സർട്ടിഫിക്കറ്റ്സ് ബൗൺസ് ആവുന്നതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോ അത് പലപ്പോഴും നമ്മളുടെ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള നമ്മുടെ ചെറിയ മിസ്റ്റേക്സ് കാരണമാണ്. അത് കാരണമാണ് ഫീഡ്ബാക്ക് ഫോം വഴി ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ ഫീഡ്ബാക്ക് ഫോമിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ചോദിക്കുകയും ചെയ്യും. അപ്പോ അനിൽ സാർ ഓൾറെഡി 7 മണിക്ക് തന്നെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു. സാർ വെയിറ്റ് ചെയ്യുന്നു. സാർ, ഓവർ ടു യു സാർ. We warmly welcome you for the session. Thank you for being there for us on time. ഇന്നത്തെ പരിശീലനത്തിലേക്ക് സാറിനെ ക്ഷണിക്കുന്നു. സാർ. Okay, good evening all. So today we are going to deal with a bit difficult scenario, not just because it is a cardiac arrest scenario. So specifically I'll be dealing with COVID CPCR, which is a bit difficult to discuss because, as you know, it's altogether a new disease with different ways of spread. So again, it's not the guidelines are not very clear and they vary. So some guidelines would ask you to intubate early. Okay, some guidelines will ask you to not to start CPCR unless you intubate the patient. Okay, so guidelines vary, but we'll have a consensus. By presentations have many, not the very basic ones that we had earlier, not the 2015 guidelines, but the other ones that we have for COVID have little evidence. And I would ask you to basically individualize these guidelines to suit the scenario and the particular patient. So ഈ ജനറൽ ഗൈഡൻസ് എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ ഓരോ പേഷ്യന്റിനെ ഇൻഡിവിജ്വലൈസ്ഡ് ആ സിനാറിയോയിൽ ഏതാണ് ഫിറ്റ് ചെയ്യുന്നത് അത് എടുത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. So why is CPCR difficult in COVID? Okay, as you all know, നമ്മൾ CPCR ചെയ്യാൻ നേരത്ത് one part of basic life support is to give ventilation. Okay, so ventilation as well as the compressions, okay, are എന്താണ് പറയുന്നത് എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. നമ്മൾ നേരത്തെ ക്രിട്ടിക്കൽ കെയറിൽ പറഞ്ഞ എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പൊ നമുക്കറിയാം ഈ കോവിഡ് വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് ബോത്ത് ത്രൂ ഡ്രോപ്ലെറ്റ് ആസ് വെൽ ആസ് എയറോസോൾസ്. എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വിച്ച് ആർ വെരി കോമൺ ഇൻ ICUs. Okay, would the same scenario you would have when you have a cardiac arrest in non-ICU. വാർഡിലായിരിക്കാം, ചിലപ്പം CFLTCയിലായിരിക്കാം, പ്രൈമറി ആയിരിക്കാം, സെക്കൻഡറി ആയിരിക്കാം. Okay, so this is the problem with giving CPCR to COVID patients. There are many other problems also we'll discuss as the slide moves on. Okay, so what are the aerosol generating procedures in CPCR on the compressions? As you know, when you give compressions, naturally there is movement. There could be movement of gases from and to the lung, and that can produce aerosols.
and that too it would have bit force. Okay. Then next is the airway securement. We always say that you either give ambu bag ventilation or you give positive pressure ventilation after putting in an endotracheal tube. Endotracheal tube idunna process of laryngoscopy അല്ലെങ്കിൽ LMA ഇടുന്ന പ്രോസസ് എല്ലാം even maintaining the airway patent would be a aerosol generating procedure. Third is positive pressure ventilation. So any either you give mask, bag and mask, okay, or you give positive pressure ventilation, IPPV, through the endotracheal tube. Okay, all these are generating aerosol generating procedures. And last, which has little evidence, defibrillation പല ഗൈഡ്ലൈൻസിലും ഒരു എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ അതിന്റെ റെഫറൻസ് ഒക്കെ നോക്കാൻ നേരത്തും അല്ലാതെ വേറെ ആർട്ടിക്കിൾസ് നോക്കാൻ നേരത്തും അതിന് എവിഡൻസ് വളരെ സ്ട്രോങ് ആയിട്ടില്ല. അപ്പൊ അവർ റീസൺ പറയുന്ന ആ ഒരു ജേർക്ക്, ആ മസിൽസ് ഒക്കെ ഒന്ന് ജേർക്ക് ചെയ്യാൻ നേരം ചിലപ്പം എയറോസോൾസ് അല്ലെ പാർട്ടിക്കിൾസ് വെളി വരാന്നുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയുന്നുള്ളൂ. അതിന് ശതമാനം കുറവാണെങ്കിൽ പോലും defibrillation is considered to be aerosol generating procedure when you give CPCR in COVID scenario. Okay, what is this PCPCR? ഇപ്പൊ എല്ലായിടത്തും COVID CPCR organs always PCPCR. It is to highlight that we have to be protected when you go for doing CPCR in COVID patients. വളരെ സിമ്പിൾ ആണ്. പ്രൊട്ടക്റ്റഡ് CPCR എന്നാണ് പറയുന്നത്. ആരാണ് പ്രൊട്ടക്റ്റഡ്? Maybe the person who is doing should be fully protected. The patient, maybe he should have devices which are modified so that his aerosols will not come out. Okay, so നേരത്തെ പറഞ്ഞ പോലെ airborne and droplet precautions ആണ്. Airborne ആണ് aerosols, and that is the most maybe a bit dangerous one because they are ചെറിയ size ആണ്. They can remain suspended in air for long periods. അതും ഡിഫൈൻഡ് അല്ല. ചില 1 hour പറയുന്നുണ്ട്, ചിലർ ഈവൻ അപ് ടു 8 hours എന്ന് പറയുന്നുണ്ട്. ബട്ട് ദ നമ്പർ അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ ഡെഫിനറ്റ്ലി കുറയും. ബട്ട് സ്റ്റിൽ ഓക്കെ, ഡ്രോപ്ലെറ്റ്സ് എനിക്ക് നമുക്ക് വളരെ സുഖമായിട്ട് പ്രിവെന്റ് ചെയ്യാം. നമ്മൾ അറിയാതെ മൂക്കിത്തൊടയോ അല്ലെങ്കിൽ വായിത്തൊടയോ അങ്ങനെ അത് ഹാൻഡ് ഹൈജീനും ഹാൻഡ് വാഷിംഗ് വെച്ച് ഡ്രോപ്ലെറ്റ് പിന്നെ സറൗണ്ടിങ്സ് ക്ലീൻ ആണെങ്കിൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ നല്ല രീതിയിൽ പ്രിവെന്റ് ആക്കും. എയറോസോൾസ് എയർബോൺ ഇൻഫെക്ഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ പാടും. സോ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്രോപ്രിയേറ്റ് PP. പക്ഷെ CPCR ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ്. വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ് PP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കവറോൾ. ഐഡിയലി ഇതെല്ലാം ഐഡിയൽ സിനാറിയോസ് ആണ് പറയുന്നത്, ബട്ട് യു മേ ഹാവ് ടു മോഡിഫൈ. പക്ഷെ CPCR ചെയ്യുന്ന സ്ഥലത്ത് ഐഡിയലി യു ഷുഡ് ഹാവ് എ കവറോൾ. ദാറ്റ് മീൻസ് ഫുൾ സെറ്റ് ഇത് ഈ പടം പോലെ ഇരിക്കും. ഡെഫിനറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും N95. So very important that you wear that properly and seal correct ആയിരിക്കണം. And as you know, inhale ചെയ്യാൻ നേരത്ത് ആ മാസ്ക് അല്പം ഒന്ന് അകത്തോട്ട് വലിഞ്ഞകത്തോട്ട് കയറുന്ന കംപ്രസ്ഡ് ആവുന്ന അല്ലെങ്കിൽ സക്ഷൻ കൊടുക്കുന്ന ഒരു എഫക്റ്റും തിരിച്ച് ബ്ലോ ചെയ്യാൻ നേരത്ത് ലീക്ക് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഗൂഗിൾസ് അതും നല്ലതാണ്, പാർട്ട് ഓഫ് ഇതാണ്. ഗ്ലൗസ് ഡെഫിനറ്റ്ലി എല്ലായിടത്തും കാണും. And don't forget the 5 moments of hand hygiene. Okay, so even if you wear a gloves, remember it's unsterile and you have to do a hand hygiene. Okay, what are the other things that we can take care when you have a protected CPCR? So what is the other things? Limit the number. അപ്പൊ എങ്ങനെ ലിമിറ്റ് ചെയ്യാൻ നോക്കും? നമ്മൾ ശരിക്കും പണ്ടൊക്കെ CPCR കൊടുക്കാന്ന് നമ്മൾ പറയുന്നത് എവരി വൺ ഷുഡ് ഗെറ്റ് ഇൻവോൾവ് എന്നാണ്. എവറി 2 minutes മാറുന്നോണ്ട് ടേൺ വെച്ച് മാറിക്കൊണ്ടിരിക്കാം. പക്ഷെ കോവിഡ് CPCR ലിമിറ്റ് നമ്പർ, അതെന്തിനാ? എക്സ്പോഷർ കുറയ്ക്കാൻ തന്നെയാണ്. പക്ഷെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. നമുക്കൊരു 2 minute CPCR കൊടുക്കാൻ നേരത്ത് നമ്മൾ മാറും, അടുത്ത ആള് കയറും. അങ്ങനെ എത്ര തവണ? മേ ബി 3 or 4 people you can limit the number. ഓക്കെ, സോ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എക്സ്പോഷർ അതിൽ കൂടുതൽ മിക്കവാറും കിട്ടാനും സാധ്യത കാണൂല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ എക്സ്പോഷർ കൂടുകയും ചെയ്യും. ബട്ട് സ്റ്റിൽ that if you are PPL and nallon ittuttundengi you can ask others to come in where if it's going for long periods. Okay, another option is to use a mechanical CPCR. Unfortunately we don't have such a device. Lucas device and a video on the kanikam, and maybe it's very costly, but it might at least for areas where you have COVID it would be more ideal. And അതിന്റെ പുറത്ത് നിന്ന് ക്ലോസ്നെസ് അടുത്തോട്ട് നിന്ന് കംപ്രഷൻ ചെയ്യണ്ടല്ലോ. പിന്നെ മൂന്നാമത് നമ്മൾ ഒരാള് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരെയാണ്, അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് കോവിഡ് സ്റ്റാറ്റസ് പറയുക. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പറയും. ചിലപ്പോൾ അവരറിയാതെ വന്ന് കയറി they will also think that it is like part of ചിലപ്പോൾ നോൺ കോവിഡ് ആണെന്ന് പറഞ്ഞ് അവര് ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിട്ട് വന്ന് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അതല്ല, അത് കഴിഞ്ഞിപ്പോ നിങ്ങൾ ഇറങ്ങി അടുത്ത ആൾ കയറുകയാണെങ്കിൽ ടെൽ ദം ദ കോവിഡ് സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യന്റ്. ഓക്കെ,
അപ്പോൾ അതിൽ സ്റ്റാറ്റസ് പറയാൻ നേരം നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, see by the 7th to 10th day the infectivity comes down drastically. Okay, so keep that in mind also. Okay. And we were talking about this N95 mask and HEPA, that basically it's a, and we'll be talking about viral filters which have that HEPA. So what is this high efficiency particulate air filters ആണ്? അപ്പൊ അതിൽ ഓർക്കേണ്ടത് there are many mechanisms. It's not just filtration. സീവിങ് മാത്രമല്ല, എന്താ മേൽഭാഗത്ത് ഒരു വലിയൊരു ഇത് വന്ന് തടഞ്ഞു നിൽക്കുന്നു, വൈറസ് പാർട്ടിക്കിൾ തടഞ്ഞു നിൽക്കുന്നു. പക്ഷെ അതിനേക്കാൾ ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെയും അത് കടത്തിവിടാറില്ല. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് അതർ ടെക്നിക്സ് ലൈക്ക് വൺ മോസ്റ്റ് കോമൺലി അക്സെപ്റ്റ് ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ആണ് ഈ ഫൈബേഴ്സ്. അപ്പൊ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അതിനെ അട്രാക്ട് ചെയ്ത് അവിടെ പിടിച്ചു നിർത്തും, അങ്ങോട്ട് പോകില്ല, നോക്ക് ഡൗൺ ചെയ്യും, അല്ലെ അതിന്റെ അകത്ത് ഫിൽറ്ററിന്റെ അകത്ത് തന്നെ കിടക്കും, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാക്കൂല. There are many other things like intercepted particle pathway and diffusion particle. So that makes your both the N95 and any kind of HEPA filters that you would ideally place on the expiratory limb or any path through which the exhale gases go, a major determinant of the spread of infection. Okay. സോ ഇപ്പൊ നമ്മൾ കാർഡിയക് അറസ്റ്റ് പറഞ്ഞു, അതിന്റെ ഇൻഫെക്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നമുക്കൊരു ഒരു ചോദ്യം ചോദിക്കാം, വാട്ട് ആർ ദ കോസസ് ഓഫ് കാർഡിയക്? അപ്പം ജനറലി സ്പീക്കിംഗ് നമ്മൾ കാർഡിയക് അറസ്റ്റ് പറയാൻ നേരത്തെ ഒരു കോവിഡ് അല്ലാത്ത ഒരു രോഗിക്ക് നമ്മൾ ആദ്യം വരുന്ന MI ആണ്, എസ്പെഷ്യലി സഡൻ കാർഡിയക് അറസ്റ്റ്. ICUന്റെ അകത്ത് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് അല്ല, മൾട്ടി ഓർഗൻ ഫെയിലർ ഉള്ള പേഷ്യന്റെ കാര്യമല്ല. ഇപ്പം ജനറലി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു സഡൻ കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ വെച്ചൊരു അറസ്റ്റ് അടിക്കും, അല്ലെങ്കിൽ മോളിലോട്ട് പോകാൻ അറസ്റ്റ് അടിക്കും. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് യുവർ കൊറോണറി ആർട്ടറി, MI കാരണമാണ് കൂടുതലും. പക്ഷെ നമുക്ക് ഇവിടെ കുറച്ച് ചേഞ്ചസ് ഉള്ളതും, again evidence is less, but whatever literature is there suggests that there is inflammation of your myocytes, or myocarditis. Inflammation ഉണ്ട്. Inflammation is one. Myocarditis, troptage and the very high values. Okay, that is one cause of. Others ചിലപ്പം സഡൻ അൺഡിറ്റക്റ്റഡ് പോയി നമ്മൾ അറിയത്തേ ഇല്ല, പേഷ്യന്റ് സഡൻ അറസ്റ്റ് അടിക്കും. ഇപ്പം CFLTCയിലോ വീട്ടിലോ വരുന്ന വഴിയോ ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആയിട്ട് കാർഡിയക് അറസ്റ്റ് അടിക്കുന്ന ഒരു കോസ് ആണ് ഇൻഫ്ലമേഷൻ. Okay, and that is very not maybe common to the extent, but it can occur in any kind of viral infection, especially COVID. Okay, it affects the heart. Second is arrhythmias. We would be using drugs that would prolong the QT interval, your azithromycin, hydroxychloroquine, and then other way also your heart can have arrhythmias just because of a COVID infection. Okay. Third is coronary thrombus. We have seen many patients with MI during the COVID period. Whether it is because of the viral infection or because of the disease process he had previously, we're not very sure, but still we have a lot of patients who have coronary thrombosis. Okay. നേരത്തെ അറിയാമല്ലോ, causes of cardiac arrest, we have the primary causes of the heart and secondary causes. അപ്പൊ other than the heart എന്തൊക്കെയായിരിക്കും causes? And the most common അല്ലെങ്കിൽ ഏറ്റവും common presentation എന്തുവാണ്? Hypoxemia. So hypoxemia is a very potent or reasonable cause for secondary cause of cardiac arrest in COVID. Okay, hypoxemia. And most of the time patients who have ARDS, it is refractory hypoxemia, very difficult to treat. Okay, very difficult to treat. അതുകൊണ്ടൊക്കെയാണ് ഈ കോവിഡ് കാർഡിയക് അറസ്റ്റിൽ നമുക്ക് ഒരു ലിമിറ്റ് വരെ പേഷ്യന്റിനെ പൊക്കിക്കൊണ്ടുവരാൻ നോക്കും. അതുകൊണ്ടാണ് you have your maybe frailty index, you can decide whether to give CPCR or not. Okay, we'll discuss that later. Pulmonary thromboembolism, ഒരുപാട് രോഗികൾ വീട്ടിൽ പോയിട്ട് വീട്ടിൽ വിട്ട് അടുത്ത ദിവസം മരിച്ചു. Okay, it could be pulmonary thrombosis or it could be also coronary thrombosis. So as you know, the incidence of thrombosis is very high in COVID. You should be actually having put them on BD doses of heparin and things like that. Okay, so it can occur even after discharge. Acidosis most probably would be, we have seen many patients with acute kidney injury as well as acute deterioration of the chronic kidney disease. Okay, so that can lead to acidosis or many other. It could be respiratory acidosis. Yes, we give lung protective ventilation and that can lead to respiratory acidosis. It could be because of other multi-organ dysfunction like a liver failure and things like that. And finally, we have electrolyte disturbance. It's not very common, but because it is again related to other organ dysfunction, you could have hyperkalemia and things like that producing cardiac arrest. So keeping this in mind, so whatever result you get with CPCR, when CPCR കഴിഞ്ഞ് റിട്ടേൺ ഓഫ് സ്പോണ്ടേനിയസ് സർക്കുലേഷൻ വന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ട്രീറ്റ് ദ കോസ് ഓഫ് കാർഡിയക് അറസ്റ്റ്. അപ്പൊ ഈ ട്രീറ്റ്മെന്റിൽ നമ്മൾ കോസ് മനസ്സിൽ വെച്ചേക്കണം, എന്നാലും നമ്മൾ കറക്റ്റ് ട്രീറ്റ് ചെയ്യാൻ നോക്കും.
I think this is the most what you call reasonable slide in this presentation, because these are things that we can do to prevent a cardiac arrest. നേരത്തെ പറഞ്ഞു cardiac arrest അടിച്ചാൽ വളരെ കുറച്ച് പേരെ റീസ്റ്റേറ്റ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരാനൊക്കെ നമുക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. ആൾക്കാരുടെ എണ്ണം ലിമിറ്റ് ചെയ്യണം. അതിനുള്ള പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സ് ലിമിറ്റഡ് ആയിരിക്കണം. ഇന്റിബേറ്റ് ചെയ്യാൻ ആള് എക്സ്പീരിയൻസ് അല്ലെ സ്കിൽഡ് ഹാൻഡ് കാണൂല. So it's always better to have something that would prevent a cardiac arrest. അപ്പം അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഐഡന്റിഫൈ പേഷ്യൻസ് ഹു ആർ ഗോയിങ് ബാഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു സ്കോറിംഗ് സിസ്റ്റം, സോഫ സ്കോർ ഉണ്ട്, അല്ലെ ഏതെങ്കിലും ഒരു സ്കോറിംഗ് സിസ്റ്റം, മെനി സ്കോർസ് ആർ ദേർ ടു ഐഡന്റിഫൈ പേഷ്യൻസ് വുഡ് ഗോ ബാഡ്. ഏതെങ്കിലും ഒരെണ്ണം വെച്ച് നിങ്ങൾ പ്രൈമറി CFLTC ആണെങ്കിലും അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റൽ ആണെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കറക്റ്റ് സമയമായിട്ട് ഒന്നി ഹയർ സെന്റേഴ്സിലോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അത് വാർഡിലാണെങ്കിൽ വാർഡിൽ നിന്ന് ICUലോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കും. വേറെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ലിറ്ററേച്ചറും വെസ്റ്റേൺ ഗൈഡ് ലൈൻസും പറയുന്നത് അഡ്വാൻസ് കെയർ ഡയറക്ടീവ്സ്, അവിടെയൊക്കെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ദെയർ ഓൺ, എന്നെ ഇന്റിബേറ്റ് ചെയ്യല്, എന്നെ റയൽ ട്യൂബ് ഇടല്. ഓക്കെ, സോ ഇഫ് ദർ ആർ സം ഡയറക്ടീവ്സ് ദാറ്റ് പേഷ്യന്റ് ഹാഡ് ഡിസൈഡഡ് ഏർലിയർ, ഓർ the patient and the bystanders and the doctors decide at the time of admission. At the time of admission, yes, that would be the scenario. ചിലപ്പോൾ ഒരാഴ്ച കഴിയാൻ 15,000 ഒരു ദിവസം വരികയാണെങ്കിൽ that would be the scenario. ആദ്യം വരാൻ നേരത്ത് തന്നെ you can call the bystanders and ask, this patient is this much old, okay, very less chance of survival, would you still insist on keeping this patient ICU-ലോട്ടും ട്രീറ്റ്മെന്റ് എന്ന് മാത്രം കൊണ്ടുപോകണം. And goals of care, if all these are addressed previously, you can take a decision very easily at the time of cardiac arrest. Okay, monitor, that is what I told you. Signs and symptoms of deterioration to minimize the need for emergent intubation. Emergency intubation ആണ് കുറച്ചും കൂടെ റിസ്ക് കൂടുതൽ. റിസ്ക് എന്ന് പറഞ്ഞാൽ അപ്പം എക്സ്പേർട്ട് കാണില്ല, അപ്പം നമ്പർ ഓഫ് ടൈംസ് കൂടുതലായിരിക്കും. അപ്പം so there is the chance of aerosolization. So any patient who is at a risk of cardiac arrest, you can go, preemptively move these patients to a negative pressure room or isolation rooms. ഇപ്പം നമ്മൾ ICUയിൽ ഒരു ക്യൂബിക്കിൾ പോലെ ഉണ്ടെങ്കിൽ അതിലോട്ട് മൂവ് ചെയ്യാം. നമുക്ക് അറസ്റ്റ് അടിക്കും എന്നുള്ളത് CPCR കൊടുക്കണം, അറസ്റ്റ് അടിക്കണമെങ്കിൽ. All this will help decrease the infection transmission. And many patients who are deteriorated don't have a IV cannula. നിങ്ങൾക്ക് എല്ലാം അറിയാം, മോശമായിക്കൊണ്ടിരിക്കും തോറും ഇത് ഡിഫിക്കൽട്ട് ആണ് കിട്ടാൻ. അപ്പൊ അതുകൊണ്ട് any patient who is likely to go bad, please have a patent IV access. Okay, and place defibrillator pads while proning. From prone position കിടക്കുന്ന രോഗികൾക്ക് cardiac arrest അടിക്കാമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ ഷോക്ക് കൊടുക്കും? So anticipate that patient may develop a cardiac arrest when the patient is lying prone, and you can place this paddles അല്ല, just ECG stickers പോലെ പശയുള്ളത് ഒട്ടിച്ച് വെക്കാം. Pads, if you have this, you can place this. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു ഡയറക്റ്റീവ് നേരത്തെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നേരത്തെ എഴുതി വെക്കാം. സോ ദാറ്റ് ഇസ് കോൾഡ് ഡു നോട്ട് അറ്റംപ്റ്റ് CPCR. DNAR, AND, അലൗ നാച്ചുറൽ ഡെത്ത്, അങ്ങനെയൊക്കെ കുറെ ഡയറക്റ്റീവ്സ് വെസ്റ്റേൺ കൺട്രീസിലാണ് കൂടുതലും അത് ലീഗലൈസും വാലിഡും ഉള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് യു ക്യാൻ ടെൽ ദ ഡോക്ടർ ദാറ്റ്, അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ക്യാൻ ടെൽ ഈ പേഷ്യന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ വേണ്ട. Okay, conversation and decisions on emergency treatment completed and documented. If that is there, if the patient has a cardiac arrest, you can go for end of life care. Okay, otherwise the patient is critically and we can go for end of life care. Whereas if it is not there, and this is the scenario where you are going to maybe even diagnose cardiac arrest. Okay, a patient goes bad, look at the responsiveness and the breathing. Okay, and we being healthcare, നമ്മളെല്ലാം ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്നാണ് പറയുന്നത്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കാർഡിയക് അറസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അൺറെസ്പോൺസീവ് ആയിരിക്കണം, ബ്രീത്തിങ് ഒന്നി നോർമൽ ആയിരിക്കില്ല, ഗ്യാസ്പിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ നോ ബ്രെത്ത്സ് ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ആണ് കരോട്ടിഡ് പൾസും കാണൽ. ഇത് ഞാൻ അഡൾട്ട് ആണ് പറയുന്നത്, നത്തിങ് അബൌട്ട് പീഡിയാട്രിക്സ്. ഓക്കെ, സോ അപ്പം അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ആസ് പെർ യുവർ കോവിഡ് CPCR ഗൈഡ് ലൈൻസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രായമുള്ളവർ, ഒരുപാട് അസുഖങ്ങളുള്ളവരെ കണ്ടുപിടിക്കാം. പക്ഷെ ഇതിപ്പം നാളെ തൊട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. മേ ബി ദ സിനാരിയോ വുഡ് ഗോ വേഴ്സ്. ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു 1000 പേർക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ICU ബെഡ് വേണമെന്നൊരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ യു മേ ഹാവ് ടു തിങ്ക് ഓഫ് ഫ്രെയിൽറ്റി ഇൻഡെക്സ് ആൻഡ് ദെൻ സ്റ്റാർട്ട് ഫ്രം ടെർമിനൽ ഇൽനെസ്. 9 ആയിരിക്കും ആദ്യം കട്ട് ഓഫ്, പിന്നെ ചിലപ്പോൾ 2 ദിവസം കഴിയാൻ 8 ആവും, 7 ആവും, അങ്ങനെ താഴെ 9 തൊട്ട് മേലോട്ട് കയറി വരിക. പക്ഷെ ദിസ് ഡിസിഷൻ ടേക്കൺ ഒരു ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യുക,
അത് ഡോക്യുമെന്റ് ചെയ്യണം. And you should have a very good rapport with the family members, which again in our scenario I don't know how much effective this would be. അപ്പോൾ നമുക്ക് സിനാറിയോയിലോട്ട് പോവാം. ഓക്കെ, ഇതെല്ലാം പറയുന്നത് കൺഫേംഡ് കാർഡിയക് അറസ്റ്റ് ആണ്. Okay, I am talking about that aerosol problems and endotracheal, how to manage the airway. So confirmed cardiac arrest ഉള്ള ഒരു patient has endotracheal tube. Okay, endotracheal tube ഉണ്ട്. അപ്പം എന്ത് ചെയ്യും? You can definitely start CPR provided you have the protection. Okay, protect CPR start ചെയ്യാം. പക്ഷേ ഇടയ്ക്ക് ഒന്ന് കൺഫേം ചെയ്യണം that endotracheal tube is in position, because endotracheal tube ഊരിപ്പോവേ അല്ലെങ്കിൽ മിസ്പ്ലേസ്ഡ് ആ സാധ്യത ഉള്ള രോഗികൾക്ക് that can lead to cardiac arrest. Okay, അതല്ല, endotracheal tube ഇല്ല, that would be scenario in many patients in the ward, in the CFLTs and things like that. You may consider CPCR. Okay, you can consider CPCR. Again, അവിടെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ എങ്ങനെയാണ് വെന്റിലേഷൻ ചെയ്യുന്നത്? വെന്റിലേഷൻ ബ്രത്ത്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പൊ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. സോ യു ക്യാൻ വെന്റിലേറ്റ് വിത്ത് എ ബാഗ് മാസ്ക് വാൽവ്. അത് നമ്മൾ ആംബു ബാഗ് ആണ്, BME എന്നാണ് അതിന്റെ തിയററ്റിക്കൽ പേര്. ബാഗ് മാസ്ക് വാൽവ് ഡിവൈസ്, ദാറ്റ് ഈസ് ആംബു ബാഗ്. അതിന്റെ കൂടെ ഒരു ഹെപ്പ ബാക്ടീരിയൽ വൈറൽ ഫിൽറ്റർ അതിന്റെ ഇടയ്ക്ക് വെച്ചേക്കണം. അപ്പൊ മാസ്ക് കഴിഞ്ഞ് ഹെപ്പ ഫിൽറ്റർ കഴിഞ്ഞായിരിക്കും ആംബു ബാഗിലോട്ട് കണക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഷുഡ് ബി ദെയർ. ഓക്കെ, ഹെപ്പ ഫിൽറ്റർ ഐഡിയലി ബാക്ടീരിയൽ വൈറൽ ഫിൽറ്റർ ആയിരിക്കണം. HME ആണെങ്കിൽ HMEF എന്ന് പറഞ്ഞാണെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഇറ്റ് ഇസ് ലെസ് എഫിഷ്യന്റ്. ഓക്കെ, option we can do is that CPCR start ചെയ്യുക, intubate ചെയ്യാം, especially when you have a expert or a skilled person coming in, or if you feel you are an expert, you can very well intubate. I'll tell you what are the advantage of intubating, or what you gain by intubating. So that is there, and you should always use the HEPA bacterial and viral filter on the expiratory limb. I think we have discussed that when we discuss critical care. Okay, third option is ventilate. നമുക്കിപ്പം ഇൻറ്റുബേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻറ്റുബേറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ സ്കിൽ ഇല്ല, അതൊന്നും ഇല്ല. ഒരു നല്ലൊരു ഓപ്ഷൻ ഉള്ളത് LMA, ലാരിഞ്ചൽ മാസ്ക് എയർവേ. ഓക്കെ, ദാറ്റ് ഇസ് വെരി സിമ്പിൾ ടു ഇൻട്രൊഡ്യൂസ്. വീഡിയോ ഇതിലില്ല, യു ക്യാൻ സീ ഇൻ ദ യൂട്യൂബ്, ആൻഡ് ദെൻ you can be familiar how to introduce a LMA. അവിടെയും നമുക്കൊരു HEPA bacterial viral filter വെക്കണം. So the point is that you should filter the gases that is coming out of the patient. Okay, and should be airtight. ഇതാണ് രണ്ട് പോയിന്റ്. നാലാമത്തെ ഓപ്ഷൻ ഉള്ളത്, ഇതൊന്നുമില്ല, നമുക്ക് ഒന്നും ഒക്കുന്നില്ല, നമുക്ക് ഒരു ഓക്സിജൻ സോഴ്സ്, നമുക്കത് നേസൽ കാനുല ആയിരിക്കാം, നേസൽ അല്ല സിമ്പിൾ ഫേസ് മാസ്ക് ആയിരിക്കാം, HFNC ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിന്റെ പുറത്തൊരു സർജിക്കൽ മാസ്ക് കെട്ടി കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് പാസീവ് ഓക്സിജനേഷൻ. ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് അങ്ങ് ആൽവിയോളർ ലെവൽ വരെ പോകും. ഓക്കെ, and maybe there are not many evidence, but there is something called apneic oxygenation. അത് നമ്മൾ കംപ്രസും ചെയ്യല്ലേ, കംപ്രസ് ചെയ്യാൻ റിലാക്സ് ചെയ്യുന്ന സമയത്ത് എയർ അകത്തോട്ട് പോവുകയും ചെയ്യാം. സോ you can even use a non-rebreathing mask with or you can even use a ambu bag. Ambu bag just വെക്കാനും പറയുന്നുണ്ട് പല ഗൈഡ്ലൈൻസ്. ഞെക്കാതെ കംപ്രസ് ചെയ്യാതെ ജസ്റ്റ് ആംബു ബാഗ് ടൈറ്റ് ആയിട്ട് പേഷ്യന്റിന്റെ ഫേസിൽ വെക്കുക. ഓക്സിജൻ വന്ന് നിറഞ്ഞ ഒരു പീപ്പും കിട്ടും, ഓക്സിജൻ എഫേർട്ട് കൂടിയിട്ട് ദാറ്റ് വിൽ ഗോ ഇൻടു യുവർ ആൽവിയോളെ. സോ ഡിഫ്യൂഷൻ വഴി അങ്ങനെയും പോകാറുണ്ട്, അങ്ങനെയും പോകാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഇസ് ഹൗ ടു മെയിൻറ്റെയിൻ യുവർ ഓക്സിജനേഷൻ വെൻ യു ഡോണ്ട് ഹാവ് അഡിക്വേറ്റ് ഫെസിലിറ്റീസ്. ഓക്കെ, ഇതുകൂടാത്ത കാര്യങ്ങളുണ്ട് കോവിഡിൽ. നോ മൗത്ത് ടു മൗത്ത്. ഓക്കെ, നോ മൗത്ത് ടു നോസ്, നോ മൗത്ത് ടു മാസ്ക്. ഇതെല്ലാം നമ്മളെ പഴയ ഗൈഡ് ലൈൻ ഉള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് കൊടുക്കണം, മൗത്ത് ടു നോസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കോവിഡിൽ ചെയ്യുന്നേക്കാൾ നല്ലത് മറ്റേ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ബെസ്റ്റ് സിനാറിയോ, ഏറ്റവും സിമ്പിൾ സിനാറിയോ എന്തുമായിരിക്കും? പേഷ്യന്റ് ഇസ് ഇൻറ്റുബേറ്റഡ്, പേഷ്യന്റ് നേരെ കിടക്കുകയാണ്, കഫ്ഡ് എൻഡോട്രക്കിയൽ ട്യൂബാണ്, എക്സ്പിറേറ്ററി ലിംബിൽ ഹെപ്പ ഫിൽറ്റർ ഉണ്ട്. ഓക്കെ, യു ക്യാൻ, അല്ലെങ്കിൽ എക്സേൽ ഗ്യാസസ് പോകുന്ന അത് ഇറ്റ് കുഡ് ബി ബെയിൻ സർക്യൂട്ട്. ബെയിൻ സർക്യൂട്ട് എക്സ്പെർട്ട് ലിംബ് എന്ന് പറയാൻ ഒക്കില്ല. ആ മാസ്കിന്റെയും ബെയിൻ സർക്യൂട്ടിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇത് നമ്മൾ ആംബു ബാഗിന്റെ ഇടയ്ക്ക് ഒരു ഹെപ്പ ഫിൽറ്റർ, ഹെപ്പ ബാക്ടീരിയൽ വൈറൽ ഫിൽറ്റർ. ഓക്കെ, ഇതാണ് ഏറ്റവും സിമ്പിൾ. ഒന്നും നോക്കണ്ട, യു സ്റ്റാർട്ട് CPCR, എവറിത്തിങ് ഇസ് മോർ സേഫ് ഓക്കെ ദാൻ ദ അതർ സിനാറിയോസ് വി ക്യാൻ ഡിസ്കസ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് NIV മാസ്കിലായിരിക്കും പേഷ്യന്റ്. NIV മാസ്കിലാണെങ്കിൽ if you have this filter you can very well make sure the NIV mask is tight. Leaks ഉണ്ടെങ്കിൽ aerosolization വരും, and it's very difficult to get a tight seal nowadays. I don't know whether it's the problem of the mask or something else, but remember, if you have the HEPA filter here, okay, you can very well give CPCR.
ഇവിടെ അതുപോലെ ദാറ്റ് ഇസ് എ മോഡിഫിക്കേഷൻ ദേ ഹാവ് മേഡ്. മാസ്ക് കഴിഞ്ഞ് ഹെപ്പ ഫിൽട്ടർ വരുന്നു, ഹെപ്പ ബാക്ടീരിയ വൈറൽ ഫിൽട്ടർ വരുന്നു, ആംബു ബാഗിലോട്ട് പോകുന്നു. ഇതാണെങ്കിൽ നമുക്ക് ടൈറ്റ് മാസ്ക് സീൽ ഉണ്ടെങ്കിൽ ജെന്റിൽ വെന്റിലേഷൻ കൊടുത്തുകൊണ്ട് തെറ്റില്ല. ബട്ട് definitely it's not as good as a patient you get a patient intubated, okay, intubated with the cuff. Third scenario is maybe more suitable with ambu bag, or it could be also connected to the ventilator. Okay, ഇതാണ് വെന്റിലേറ്റർ സർക്യൂട്ട് ആണെങ്കിൽ ഡുവൽ ലിംബ് സർക്യൂട്ട്സ് ആയിരിക്കും. വൈറൽ ഫിൽട്ടർ എക്സ്പിറേറ്ററി ലിംബിൽ വെക്കണം, ആൻഡ് HMEF at the Y connector. Okay, so this viral filter at the expiratory limb. Expiratory gases പോകുന്ന സ്ഥലത്ത് it should be filtered എന്നുള്ള basic concept ആണ് അതിലുള്ളത്. Okay, and the HEPA filter that we should all use is the this kind of filters which has bacteriostatic action. Okay, സപ്പോസ് വേറെ സിനാറിയോ നമ്മൾ ARDS ഒന്ന് കമത്തി കടത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എവേക്ക് പ്രോണിങ് വന്ന് കമത്തി കടത്തിയിരിക്കുകയാണ്. എവേക്ക് പ്രോൺ പൊസിഷൻ ഉണ്ടല്ലോ, കാർപ്പ് പ്രോട്ടോകോൾ, കോവിഡ് എവേക്ക് റീപൊസിഷനിങ് പ്രോൺ പ്രോട്ടോകോൾ, അങ്ങനെ ഒരു പ്രോട്ടോകോൾ നമുക്ക് പല പൊസിഷനിൽ കിടത്താം. ഓക്കെ, സോ അത് വിത്തൗട്ട് എൻഡോട്രക്കിൽ ട്യൂബ് ആണെങ്കിൽ നമുക്ക് ഒരു നിവൃത്തിയില്ല. പേഷ്യന്റ് ഉണർന്ന് അല്ല എവേക്ക് പ്രോൺ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്താണ് കാർഡിയക് അറസ്റ്റ് വന്നേക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാനും പാടുമായിരിക്കും, അത് നേരെ കിടത്തിയാലേ വെക്കും. അപ്പൊ അതിനൊക്കെ സമയം പോകും, അതാണ് ഇതിൽ പ്രശ്നം. അതേസമയം ഈ പേഷ്യന്റ് ICUലാണ്, പക്ക ICUലാണ്, പേഷ്യന്റിനെ പ്രോൺ ചെയ്ത് കിടത്തിയിരിക്കുകയാണ് ARDS കാരണം. അപ്പം ആ രോഗിയെ അവര് ടേൺ ചെയ്യാൻ ഒരു ഡെഫിനറ്റ് റെക്കമെൻഡേഷൻ പറയുന്നില്ല. യു ക്യാൻ സ്റ്റാർട്ട് CPCR ഇൻ ദ പ്രോൺ പൊസിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ എവിഡൻസ് ഒരുപാട് ഇല്ലെങ്കിൽ പോലും അവോയ്ഡ് ടേണിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, നമ്മളെ എല്ലാ CPCRന്റെ എന്തുകൊണ്ട് സമയം നഷ്ടപ്പെട്ടതില്ല, എത്രയും പെട്ടെന്ന് കംപ്രഷൻസ് കൊടുക്കാം. വാട്ട് ഹാസ് സ്റ്റോപ്പ് ഇല്ലേ, ഒട്ടും സമയം ഡിലേ ഇല്ല. നമ്മളിപ്പം ഈ PP ഇടാൻ നേരത്തെ തന്നെ കുറെ സമയം പോകും. ഓക്കെ, അതുകൊണ്ട് അവോയ്ഡ് ടേണിംഗ്. അപ്പം ഡീഫിബ്രിലേറ്റർ പാഡ്സ് ഈ പ്രോൺ പൊസിഷനിൽ വെച്ചുകൊണ്ട് തന്നെ കൊടുക്കാം. ഓക്കെ, വെച്ചുകൊണ്ട് തന്നെ കൊടുക്കാം. പിന്നെ എവിടെയാണ് കംപ്രസ് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നുണ്ട്. T7 വെർട്ടിബ്രൽ ബോഡീസിന്റെ ലെവലിലാണ്. ഇറ്റ് കുഡ് ബി അറ്റ് വൺ പൊസിഷൻ ഓർ ബൈലാറ്ററൽ ആയിട്ടും കൊടുക്കാം, വീഡിയോ കാണിക്കും. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് ദ എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 ഗൈഡ്ലൈൻസിൽ CPCR ഇൻ ദ പ്രോൺ പൊസിഷൻ റീസണബിൾ ഓൾട്ടർനേറ്റീവ് ഫോർ ഇൻറ്റുബേറ്റഡ് ഹോസ്പിറ്റൽ പേഷ്യൻസ് ഹു കനോട്ട് ബി ഇൻ ദ സുപ്പൈൻ പൊസിഷൻ. അപ്പൊ അത് പണ്ടൊക്കെ ഇന്റർഓപ്പ് ന്യൂറോ സർജറി ചെയ്യാൻ നേരത്ത് കാർഡിയക് അറസ്റ്റ് അടിക്കും. സോ യു ക്യാൻ ഗിവ് CPCR ഇൻ ദ പ്രോൺ പൊസിഷൻ. ഇറ്റ്സ് എ റീസണബിൾ ഓൾട്ടർനേറ്റീവ്. അതിന് വലിയ സ്റ്റഡീസോ ഒന്നും ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇന്റിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണം, എന്തൊക്കെയാണ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പൊ ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ എന്തുകൊണ്ട് നമുക്ക് സിങ്കർണൈസേഷൻ, മറ്റാണ് 30 കൊടുത്തു കഴിഞ്ഞാൽ നിർത്തിയിട്ട് 2 ബ്രത്ത് കൊടുക്കണം. 30:2 ആണ് റേഷ്യോ കംപ്രഷൻ ടു വെന്റിലേഷൻ. ഓക്കെ, ഇന്റിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സിങ്കർണൈസ് ചെയ്യണ്ട. 10 breaths per minute ഒരാൾ വെന്റിലേറ്റ് ചെയ്യുക, മറ്റൊരാൾ കംപ്രഷൻസ് തുടരുക. നമ്മൾ കംപ്രഷൻസ് നിർത്തണ്ട. ഓക്കെ, ഇന്റിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എയറോസോൾ ജനറേഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ, ടഫ്ഡ് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, you can also connect to the mechanical ventilator എന്നാണ് പറയുന്നത്. ആംബു ബാഗ് കൊടുക്കുന്നതിന് വരെ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം അതൊന്നും കൂടെ ഫിൽറ്റേർഡ് ആവും. ഓക്കെ, ആൻഡ് നേരത്തെ പറയുന്ന പോലെ മോസ്റ്റ് സ്കിൽ പേഴ്സൺ ഐഡിയൽ സിനാറിയോയിൽ വീഡിയോ ലാരിഞ്ചോസ്കോപ്പ് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ബട്ട് മേ ബി ഇഫ് യു ആർ മോർ ഫെമിലിയർ വിത്ത് ഡയറക്റ്റ് ലാരിഞ്ചോസ്കോപ്പ് യു ക്യാൻ വെരി വെൽ ഡു വിത്ത് ദാറ്റ്. ഫസ്റ്റ് ടൈം CPCRന് വീഡിയോ ലാരിഞ്ചോസ്കോപ്പ് വെച്ച് ഇന്റുബേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പം പോസ്റ്റ് ചെസ്റ്റ് കംപ്രഷൻസ് ഡ്യൂറിങ് ഇന്റുബേഷൻ again that will decrease, and that is how it's done for even for non-COVID patients. നമ്മൾ കംപ്രഷൻസ് നിർത്തിയില്ല, കംപ്രഷൻ ചെയ്തുകൊണ്ട് ഇന്റുബേറ്റ് ചെയ്യാൻ പാടാണ്. ഓക്കെ, പാസീവ് ഓക്സിജൻ യു ക്യാൻ ഗിവ്. നേരത്തെ പറഞ്ഞ പോലെ മൂക്കിലോ നേസൽ കാനിലോ അല്ലെങ്കിൽ HFNC അല്ലെങ്കിൽ ഫേസ് മാസ്ക് വെക്കാൻ ആക്കൂല, നേസൽ പ്രോങ്സ് അല്ലെങ്കിൽ HFNC വെക്കാം. That will help maintain, കാരണം oxygen is very important, especially when you have a hypoxic arrest in the scenario of COVID. Okay, LMA is again another option, another alternative to intubation. Very good alternative, where it is highly recommended in the CPCR AHA guidelines. Okay, and once you have intubated, please don't disconnect these connections. Every disconnection you might get an aerosol. So you try for a close suction. All connections should be secure. ETCO2 എല്ലാം കണക്ട് ചെയ്ത് വെച്ച് ഇന്റുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ it will have little chances of disconnections. Okay, ഇപ്പൊ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യാന്ന് പറയുന്നത്, വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യാൻ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പഴയ ഗൈഡ് ലൈൻസിൽ പറയുന്നത് 2015 നോൺ കോവിഡ് ഗൈഡ് ലൈൻസിൽ പറയുന്ന ഐഡിയലി യു ഷുഡ്
യൂഷ്വലി ചേഞ്ച് വെന്റിലേറ്റർ മാറ്റി വെക്കാറാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. കാരണം അതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്രഷൻ കൊടുക്കുന്നതുകൊണ്ട് പ്രഷർ ഭയങ്കര ഹൈ പ്രഷേഴ്സ് വേണ്ടി വരും ഇത് ടൈറ്റിൽ വോളിയം കൊടുക്കാൻ. അത് പ്രഷർ ലിമിറ്റ് കൂട്ടി വെച്ചില്ലെങ്കിൽ ഓക്കെ. സോ വെന്റിലേറ്ററിന് ഡെലിവറി ആവില്ല ടൈറ്റിൽ വോളിയം, ഹൈ പ്രഷേഴ്സ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഒന്ന് ചെയ്യാന്ന് വെച്ചാൽ പ്രഷർ ലിമിറ്റ് കൂട്ടി വെക്കാം. ഓക്കെ, കൂട്ടി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 60യോ സാധാരണ 40 ആണ് വെക്കുന്ന പ്രഷർ ലിമിറ്റ്, അത് കൂട്ടി വെക്കുക. വോളിയം കൺട്രോൾ മോഡ് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പ്രഷർ ലിമിറ്റ് കൂട്ടി വെക്കുക, 60യോ 70യോ വെക്കുക. സോ ദാറ്റ് ഈ പ്രഷർ ഉണ്ടെങ്കിൽ പോലും വെന്റിലേറ്റർ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യാൻ പറയുന്നത് എന്തിനാണ്? ഒന്നെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡിസ്റ്റൻസ് കിട്ടും അല്ലെ, കുറച്ചുകൂടെ ഡിസ്റ്റൻസിലാണ് ഈ എയറോസോൾസ് അല്ലെങ്കിൽ എക്സൈൽ ഗ്യാസസ് പോകുന്നത്. മറ്റാണെങ്കിൽ നമ്മൾ ആംബു ബാഗ് തൊട്ട് അടുത്ത് തന്നെയാണ് എക്സൈൽ ഗ്യാസസ് പുറത്തോട്ട് പോകുന്നത്. So a second ventilator change that you should make is always make it 100%, because any CPCR it is maximum amount of oxygen you can give. Either scenario you should start with the maximum amount of oxygen you can give available at all. Okay. Trigger എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ശ്വാസം എടുക്കാൻ നേരത്ത് വെന്റിലേറ്റർ എങ്ങനെ മനസ്സിലാക്കുന്നു, വാട്ട് സ്റ്റാർട്ട്സ് എ ബ്രെത്ത് എന്നുള്ളതാണ്. ഓക്കെ, അത് ശരിക്കും ഓഫ് ചെയ്തിരുന്ന ചില വെന്റിലേറ്റേഴ്സ് ഉണ്ട്. അപ്പം യൂഷ്വലി -2 അല്ലെങ്കിൽ 2 വെച്ചാൽ -2 ഫ്ലോ ട്രിഗറും 2 പ്രഷർ ട്രിഗറുമാണ്. അപ്പൊ 0 എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ ഓഫ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചില വെന്റിലേറ്റേഴ്സിനെ കാണും, എല്ലാ വെന്റിലേറ്റേഴ്സും കാണൂല. അത് ഓഫ് ചെയ്തിടുക. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് ഗെറ്റിംഗ് ട്രിഗേർഡ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് എ CME മോഡ്. A bar CME പകരം CME മോഡ്. വെന്റിലേറ്ററിന്റെ പേഷ്യന്റ് ഇതൊന്നും ട്രിഗേർഡ് ആവുന്നില്ല, ആ ഒരു മോഡിലോട്ട് മാറ്റുക. And change the respiratory rate to 10, because that's the rate they advise for any kind of CPCR. Rate 10 മതി, ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൽഗോറിതം ആണ്. ഡോൺ PP ലിമിറ്റ് പേഴ്സൺ അതെല്ലാം പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൺറെസ്പോൺസീവ് ആ നേരത്തെ തന്നെ കോൾ ഫോർ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് ടീം. ആൻഡ് അപ്പം നമുക്ക് AED അല്ലെങ്കിൽ ഡിഫിബ്രിലേറ്റർ ഉണ്ടെങ്കിൽ അത് അപ്പോഴത്തേക്ക് സിനാറിയിലോട്ട് വരണം. ഓക്കെ, ഐഡിയലി നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് കാർഡിയക് അറസ്റ്റ് ഡയഗ്നോസ് ചെയ്യുന്ന അടുത്ത സ്ലൈഡ്സിൽ വരും. വിൽ സീ ദാറ്റ് അത് ഇപ്പൊ നമ്മൾ റെസ്പോൺസീവ് അല്ലെന്ന് കണ്ടപ്പം തന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ബ്രീത്തിങ് ഉണ്ടോ നോക്കുന്നത്, ബ്രീത്തിങ്ങും പൾസ് ഉണ്ടോ നോക്കുന്നത്. അത് രണ്ടും ഇല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ്, മൂന്നും ഇല്ലെങ്കിൽ അൺറെസ്പോൺസീവ് പേഷ്യന്റ്, നോ ബ്രെത്ത് ആൻഡ് നോ പൾസ്, ഇറ്റ് ഈസ് കാർഡിയക് അറസ്റ്റ്. ഓക്കെ, സ്റ്റാർട്ട് CPCR. അതേസമയം നോ നോർമൽ ബ്രീത്തിങ് ഹാസ് പൾസ്, പൾസ് ഉണ്ടെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റ് ആണ്, റെസ്പിറേറ്ററി പ്രോബ്ലം ആണ്. അപ്പം റെസ്പിറേഷൻ സപ്പോർട്ട് ചെയ്താൽ മതി. 1 breath every 5 to 6 seconds or 10 to 12 breaths per minute. എന്നാലും എമർജൻസി ആക്ടിവേറ്റ് ചെയ്യണം. എപ്പോഴും പൾസ് എവറി 2 minutes പൾസ് ചെക്ക് ചെയ്യുക. പൾസ് വരുന്നില്ലെങ്കിൽ യു ഡയഗ്നോസ് കാർഡിയക് അറസ്റ്റ് ആൻഡ് ഗോ ടു CPCR. നോർമൽ ബ്രീത്തിങ് ഉണ്ട് കുഴപ്പമില്ലെങ്കിൽ മോണിറ്റർ അണ്ടിൽ എമർജൻസി റെസ്പോണ്ടേഴ്സ് അറൈവ്. അപ്പം പേഷ്യന്റ് ജസ്റ്റ് അൺകോൺഷ്യസ് ആയതേ ഉള്ളൂ. ചിലപ്പോൾ അതിന്റെ ഹൈപ്പോക്സിമിയ ആയിരിക്കാം, ചിലപ്പം കോൺടാക്ട് റിട്ടൻഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ആയിരിക്കാം. അതുപോലത്തെ കാര്യങ്ങളെല്ലാം നോക്കുക. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നു, ഹൗ ടു ഡയഗ്നോസ് കാർഡിയക് അറസ്റ്റ്. വെരി സിമ്പിൾ, 3 കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം അൺറെസ്പോൺസീവ്നെസ്. ക്യാൻ യു ഡയഗ്നോസ് കാർഡിയക് അറസ്റ്റ് ലൈക്ക് വിത്ത് ലാബ് വാല്യൂ അല്ലെ ECG എല്ലാം വേണോ ഡയഗ്നോസ് ചെയ്യാൻ കാർഡിയക് അറസ്റ്റ്? അങ്ങനല്ല, ഇറ്റ്സ് മോർ ഓഫ് ക്ലിനിക്കൽ. സോ അൺറെസ്പോൺസീവ് ആണെങ്കിൽ അൺറെസ്പോൺസീവ് ആയിരിക്കും കാർഡിയക് അറസ്റ്റിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. അൺറെസ്പോൺസീവ് പേഷ്യന്റ്. അതെങ്ങനെയാണ് അൺറെസ്പോൺസീവ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഷോൾഡറിൽ നല്ല രീതിയിൽ തട്ടി കുലുക്കി വിളിക്കണം. ഓക്കെ, മൈറ്റ് ബി ഡീപ്ലി സ്ലീപ്പിംഗ് ആൻഡ് ആസ്ക് ഹിം, വെർബൽ സ്റ്റിമുലസും കൊടുക്കണം. ആർ യു ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കുക. ഓക്കെ, അതിനൊന്നും റെസ്പോൺസ് ചെയ്യുന്നില്ലെങ്കിലാണ് അൺറെസ്പോൺസ് എന്ന് പറയുന്നത്. നോട്ട് ബ്രീത്തിങ് ഓർ ഗ്യാസ്പിംഗ്, നേരത്തെ പറഞ്ഞ പോലെ രണ്ടും ക്വാളിഫൈസ് ഫോർ ഡയഗ്നോസ് ഓഫ് കാർഡിയക് അറസ്റ്റ്. ആൻഡ് എങ്ങനെ അത് അസസ് ചെയ്യണം? പണ്ടൊക്കെ ലുക്ക്, ലിസൺ ആൻഡ് ഫീൽ, പേഷ്യന്റ് അടുത്ത് പോയി ചെവി മൂക്കിന്റെ അടുത്ത് കൊണ്ട്. അപ്പൊ അതൊന്നും ഇവിടെ ചെയ്യില്ല. അത് പറഞ്ഞാൽ പോലും അത് ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. എലോങ് വിത്ത് ചെക്കിംഗ് ഓഫ് പറയുന്നില്ല, 2050 ഗൈഡ്ലൈൻസ് അങ്ങനെയല്ല പറയുന്നത്. അപ്പൊ അൺറെസ്പോൺസീവ്നെസ് ചെക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു ജനറൽ ആയിട്ട് നോക്കുക, പേഷ്യന്റ് ശ്വാസം വലിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് നോർമൽ ആണോ, അത് ഗ്യാസ്പിംഗ് ആണോ, അതോ ബ്രെത്ത് ഒന്നും ഇല്ലയോ. അതും qualifies. Second thing that tells you patient is in cardiac arrest is not breathing status. Third is no pulse. അപ്പം നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ് ഇതെല്ലാം. ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലാത്തവർക്ക് പൾസ് നോക്കേണ്ട കാര്യമില്ല. Unresponsive patient who is not breathing or gasping only is considered to be in cardiac arrest. Okay, it's considered to be in cardiac arrest. So no pulse in the carotid. നമ്മൾ അഡൾട്ടിൽ കരോട്ടിഡ് ആണ് നോക്കുന്നത്, മേജർ ആർട്ടറി ആണ് നോക്കുന്നത്. റേഡിയിലൊക്കെ കിട്ടി നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല, ചിലപ്പോൾ ഹൈപ്പോടെൻഷൻ കൊണ്ടേ കിട്ടൂല. സോ കരോട്ടിഡ് ഇല്ലെങ്കിൽ യു ക്യാൻ ഡയഗ്നോസ്. ഈ 3 കൂടെ ഉണ്ടെങ്കിൽ യു ക്യാൻ അത് നോട്ട് മോർ ദാൻ 10 seconds ആണ്. വെച്ചോണ്ടിരിക്കല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാർഡിയക് അറസ്റ്റ് ആണെന്ന് പറഞ്ഞ് യു ഹാവ് ടു സ്റ്റാർട്ട് CPCR. സോ വാട്ട് ഈസ് BLS? ബേസിക് ലൈഫ് സപ്പോർട്ട്. 5 സ്റ്റെപ്പിലെ ഫസ്റ്റ് 3 steps ആർ കോൾഡ് ബേസിക് ലൈഫ് സപ്പോർട്ട്. വളരെ എളുപ്പമാണ്. റെക്കഗ്നൈസ്ഡ് ആണ് നമുക്ക് കാർഡിയക് അറസ്റ്റ്.
This applies for non-healthcare providers also. Layman എന്നാണ് ഒരു ഇമ്മീഡിയറ്റ് റെക്കഗ്നിഷൻ. അപ്പൊ നമുക്കും പലപ്പോഴും ഇൻക്ലൂഡിങ് ഇത് അറസ്റ്റിലാണോ ഇല്ലേ എന്നുള്ള ചെറിയ ഡൗട്ട് വരും. ഓക്കെ, ബട്ട് വെരി ക്ലിയർ വെൻ യു ഷുഡ് ഡയഗ്നോസ് കാർഡിയക് അറസ്റ്റ്. നേരത്തെ സ്ലൈഡ് പറഞ്ഞു. ഓക്കെ, അപ്പം ഇമ്മീഡിയറ്റ് റെക്കഗ്നിഷൻ. അപ്പൊ സപ്പോസ് നേരത്തെ സ്ലൈഡിൽ ഒന്നും കൂടെ അൺറെസ്പോൺസീവ്, നമ്മളിപ്പം വെന്റിലേറ്ററിൽ ഇട്ട് നമ്മൾ ഫെന്റാലിനും കൊടുത്ത് വെക്രോണിയും കൊടുത്ത് കിടത്തുകയാണ്, റെസ്പോൺസീവ്നെസ് കിട്ടുമോ? ഇല്ല. പേഷ്യന്റ് നോട്ട് ബ്രീത്തിങ് എന്ന് പറയാൻ നോക്കൂ? ഇല്ല, കാരണം പേഷ്യന്റ് ഇസ് ഓൾറെഡി ഓൺ വെന്റിലേറ്റർ. അപ്പം സോ പേഷ്യന്റ് ഹു ഇസ് ഗിവൺ anesthetics and or sedation and given muscle relaxants, the only thing that tells you patients in cardiac arrest no carotid pulse. Okay, അപ്പൊ അവിടെ പൾസ് ഓക്സിമീറ്റർ എല്ലാം നല്ല ട്രേസിംഗ് വരൂല, അല്ലെങ്കിൽ സീറോ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, so immediate recognition and activation. So you should know that the patient is in cardiac arrest, and once this is adult CPCR, once you know that the patient is cardiac arrest, activate. ഇപ്പൊ നമ്മള് ഇപ്പം ഈ നമ്മളെ കോവിഡ് സിനാരിയോയില് നമുക്ക് ആംഗ്യ ഭാഷയോ എന്തെങ്കിലും ഒരു സിമ്പിളോ എല്ലാം കാണിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാകും, പക്ഷെ അത് കിട്ടുന്നില്ല നെറ്റില്. ഇടയ്ക്ക് ഒരു വാട്സാപ്പിൽ ഒരു പല ടൈപ്പ് ഓഫ് ബോഡി ലാംഗ്വേജസ് വിച്ച് ഇസ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് എമംഗ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇൻ കോവിഡ് സിനാരിയോ. ഓക്കെ, സോ കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ യു ഹാവ് വൺ പർട്ടിക്കുലർ സൈൻ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ everybody will recognize, but you have to like actually shout for help. അല്ലാതെ ആരും അറിയില്ല. ഓക്കെ, and early CPCR, once you have recognized, you have activated, start early CPCR. നമുക്ക് ഇത് പലപ്പോഴും ഒക്കാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് ഒന്ന് എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയർ ആയിരിക്കും, നമ്മൾ പലപ്പോഴും ഫുൾ പ്രിക്കോഷൻസ് എടുത്തു കാണൂല. നമ്മൾ ചിലപ്പോൾ ഒരു സർജിക്കൽ ഗൗൺ ഇട്ടിട്ട് ആയിരിക്കും നിൽക്കുന്നത്, അല്ലെ N95 മാത്രമേ കാണൂ. ഗൂഗിൾസ് ഇന്റിബേറ്റ് ചെയ്യുന്ന ആൾ ഗൂഗിൾസും ഫേസ് ഷീൽഡും വെക്കണമെന്നാണ്. ഓക്കെ, ഏർലി CPCR പലപ്പോഴും ഇവിടെ നടക്കാറില്ല, അല്ലെ നമ്മുടെ കോവിഡ് സിനാറിയോ നടക്കാൻ സാധ്യത കുറവാണ്. റാപ്പിഡ് ഡീഫിബ്രിലേഷൻ, അത് എസ്പെഷ്യലി ഹോൾസ് ട്രൂ വെൻ യു ഹാവ് എ ഷോക്കബിൾ റിതം. ഷോക്കബിൾ റിതത്തിന്റെ ട്രീറ്റ്മെന്റ് ബെസ്റ്റ് ഇസ് ഡീഫിബ്രിലേഷൻ. ഓക്കെ, സോ ഡീഫിബ്രിലേറ്റർ ഷുഡ് ബി അവൈലബിൾ, ആൻഡ് ഈ ആക്ടിവേഷന്റെ ഒരു പർപ്പസ് ഇസ് ടു ഹാവ് ദ ഡീഫിബ്രിലേറ്റർ നിയർ ദ പേഷ്യന്റ്. അപ്പൊ അത് ഒക്കുന്നില്ലെങ്കിൽ യു മേ ഹാവ് ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ടു ദ defibrillator, and that is again so very difficult. You will lose the patient. Okay, CPCR, effective CPCR കൊടുത്തോണ്ട് ട്രോളിയിൽ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. Okay, it's always better to get the defibrillator to the patient. So this is what we just said. Algorithm, a very short one. No response, no breathing or gasping. Activate, that is for healthcare workers. Carotid pulse നോക്കില്ല. So നമുക്ക് ആണെങ്കിൽ carotid pulse ഉണ്ട്. Activate emergency medicine medical response, that is 108, അല്ലെങ്കിൽ 911. Get defibrillator. Okay, and by activation you get the defibrillator, but the meantime you start CPCR, and once the defibrillator comes, defibrillator വരാൻ വേണ്ടി കാത്തിരിക്കല്ല. CPCR തുടങ്ങുന്ന കാര്യം നമ്മൾ നേരത്തെ പറയാം, ഇനിയും പറയുന്നുണ്ട് when to start CPCR എന്നുണ്ട്. So these are the 5 steps. അപ്പൊ അടുത്ത ലാസ്റ്റ് രണ്ടെണ്ണം കൂടുതലും മറ്റേ ACLS-ലോട്ട് കവർ ചെയ്ത് വരും. And the steps that you do are shown as a chain ആയിട്ട് എന്തിനാ കാണിക്കുന്നത്? ഒരു കണ്ണി വീക്ക് ആണെങ്കിൽ, ഒരു ലിങ്ക് വീക്ക് ആണെങ്കിൽ the net effect is bad, is less, like outcome would be very bad. അപ്പൊ ഈ ഓരോ സ്റ്റെപ്പും ഇസ് ഇമ്പോർട്ടന്റ്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്തില്ല, നമ്മൾ മോണിറ്റർ ചെയ്യാൻ ആളില്ലായിരുന്നു, എപ്പോഴാണ് കാർഡിയക് അറസ്റ്റ് അടിച്ചെന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ CPCR സ്റ്റാർട്ട് ചെയ്ത്, അപ്പൊ എന്ത് പറ്റും? ഡീഫിബ്രിലേറ്റർ വരാൻ താമസിക്കും. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും ഇസ് ഈക്വലി ഇമ്പോർട്ടന്റ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ലോൺ റിസ്കർ മോർ ദാൻ റിസ്കർ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നോട്ട് വെരി ആപ്ലിക്കബിൾ ഇൻ anyway. You have to that is like in desert area like a lone risker വരും. ഇപ്പോൾ എല്ലാവരും മൊബൈലും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഉള്ള രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടാമത്തിനാളെ പറഞ്ഞ് ആക്ടിവേറ്റ് ചെയ്യാൻ പറയണം. ഓക്കെ, സോ യു ഷുഡ് ഹാവ് എ പ്രോട്ടോകോൾ വേർ once the CPCR is activated, who all should come. എല്ലാവരും കൂടെ ഓടി വരണ്ട, കാരണം മറ്റേ പേഷ്യന്റ് കെയർ കുറയും, ഒരുപാട് പേര് വന്ന് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അപ്പൊ ആര് കംപ്രസ് ചെയ്യണം? സാധാരണ ICU ലെവലിലൊക്കെ ആണെങ്കിൽ one person would be the compressor, another person would be the team leader, and third person would be the person who gave drugs, fourth person would be the intubator. അങ്ങനെ നേരത്തെ പ്രീ ഡിഫൈൻ ചെയ്ത് വെക്കുമെങ്കിൽ അവരവരെ റോള് ചെയ്താൽ മതി. അപ്പൊ കൺഫ്യൂഷൻസ് കുറയും, സമയം കുറയും. So effective CPCR is defined as the acronym CAB, chest compressions, airway and breathing. Chest compression should be given for all patients. This we are gradually going into 2015 guideline, and in all victims of cardiac arrest. And we have like some reservations here, like frailty index. നമുക്ക് ഇപ്പോഴല്ല, maybe in next week or maybe when the number of patients goes up, you might have used a frailty index and things like that. റിഗാർഡ്ലെസ് ഓഫ് എല്ലാവർക്കും കൊടുക്കണം. നമ്മളെ സ്കിൽ ലെവൽ നോക്കല്, ചിലപ്പോൾ 2 കംപ്രഷൻ കൊടുക്കാൻ ചിലപ്പോൾ ശരിയായി വരും. ഓക്കെ, എസ്പെഷ്യലി വാട്ട് ഐ യൂഷ്വലി സ്റ്റാർട്ട് ദിസ് ക്ലാസ് വിത്ത് saying that ഈ CPCR is one of the noblest thing that you can do in your professional life. Noble. Okay, apart from giving birth to a child.
Okay, so എന്തുകൊണ്ടാണ് എസ്പെഷ്യലി ഒരു യങ് പേഷ്യന്റ് റിവേഴ്സിബിൾ കോസ് ലൈക്ക് ഒരു പെട്ടെന്ന് ഒരു ഹൈപ്പോക്സിയ വന്ന അല്ലെങ്കിൽ ഒരു റിവേഴ്സിബിൾ കോസ് ഉള്ള ഒരു പേഷ്യന്റിന് നമ്മളൊരു CPCR കൊടുത്താൽ റിവൈവ് ചെയ്ത് വരികയാണെങ്കിൽ ഇറ്റ്സ് സോ വെരി ഗുഡ്. നോ, സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദിസ് റിസ്ക് സ്കിൽ ലെവൽ വിക്ടിം ക്യാരക്ടറിസ്റ്റിക് ഓഫ് അവൈലബിൾ റിസോഴ്സ്, നമുക്ക് ഡീഫിബ്രിലേറ്റർ ഇല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, ഡീഫിബ്രിലേറ്റർ വന്നിട്ടേ ചെയ്യുന്നുള്ളൂ, എനിക്ക് അത്ര ട്രെയിനിങ് ഇല്ല. ഓക്കെ, അതൊക്കെ ലെയിം എക്സ്ക്യൂസസ് ആണ്. ഓക്കെ, ഇമാജിൻ യുവർ സെൽഫ് ഇൻ ദാറ്റ് സിനാരിയോ, നോട്ട് വെരി ഗുഡ്. ഓക്കെ, സോ നമ്മൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുന്നത് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, നമ്മൾ സേഫ് ആയിരിക്കണം. ഓക്കെ, airway is very simple. Only goal of manipulating the airway is to maintain the airway open. Breathing, അടുത്താണ് CAB എന്ന് പറയുന്നത്. മൂന്ന് ബ്രീത്തിങ് ആണ്. Breathing, usually they describe non-COVID-ന് they ask to give breaths if you are able to. അല്ല, നമ്മളിപ്പോ ലെയർ റെസ്ക്യൂർ ആണ്, നമ്മൾ അത്ര എക്സ്പേർട്സ് അല്ല, കോവിഡ് വേണമെങ്കിൽ അങ്ങനെ അത് തന്നെ ആ പ്രോട്ടോകോൾ തന്നെ ഉപയോഗിക്കാം. യു ക്യാൻ ഗീവ് കംപ്രഷൻ ഉള്ളി, ഹാൻഡ്സ് ഉള്ളി CPCR എന്നാണ്. കംപ്രഷൻ ഉള്ളി CPCR ഓൾസോ യു ക്യാൻ ഗീവ്. നേരത്തെ പറഞ്ഞ പോലെ പാസീവ് ഓക്സിജനേഷൻ. Okay, so നമ്മൾ ഓർക്കേണ്ടത് ബ്രെത്ത്സ് കൊടുക്കാൻ നേരത്തെ you have to take precautions to prevent, not only giving breaths but during CPCR also you have to take precautions to prevent aerosol generation with using tight fitting mask, cuffed tube with HEPA filter. Okay, we'll come to this. Okay, we started CPCR 30:2. Okay, or we have ambu bag with tight filter and tight seal, with filter and tight seal, or you can even use a passive oxygenation. Yes, and you have the AED arrives, and that from that point the patient into categories, the shockable rhythm and non-shockable rhythm. Okay, നമ്മൾ BLS പറഞ്ഞത് ഡീഫിബ്രിലേഷൻ വരെയാണ്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഈ ഡീഫിബ്രിലേറ്റർ വേണമെന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, വെസ്റ്റേൺ രാജ്യങ്ങളിലെല്ലാം മോളിലും വലിയ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട് എന്ന് പറയും ഡീഫിബ്രിലേറ്റർ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് അപ്പൊ അത്രയും വരെയാണ് ശരിക്കും BLS വരുന്നത്. അപ്പൊ ഷോക്കബിൾ റിതമാണ്, നോൺ ഷോക്കബിൾ. അപ്പൊ പൊതുവെ പറയുന്നത് ഹൈപ്പോക്സിയൊക്കെ വന്ന് അറസ്റ്റ് അടിക്കുകയാണെങ്കിൽ യൂഷ്വലി ഇറ്റ്സ് നോൺ ഷോക്കബിൾ. ഓക്കെ, അതേസമയം ഒരു കാർഡിയാക് അരിത്മിയാസ്, ഒരു ഇൻഫാക്ഷൻ, MI, ഇതൊക്കെയാണെങ്കിൽ അതർ കോസസ് അതർ ദാൻ ഹൈപ്പോക്സിയൊക്കെയാണ് കൂടുതലും ഒരു BF bar പൾസ്ലെസ് BT. Okay, അത് ഞാൻ സോ ദാറ്റ് ഡിവൈഡ്സ് ദ പേഷ്യന്റ്. അപ്പം AED വന്നു, ECG അനലൈസ് ചെയ്യുന്നു, അപ്പം രണ്ട് ഗ്രൂപ്പിലോട്ട്, രണ്ട് ലിംബിലോട്ടാണ് പോകുന്നത്. അപ്പം ഷോക്കബിൾ റിതം ആണെങ്കിൽ ഷോക്ക് ചെയ്യുക, നോൺ ഷോക്കബിൾ ആണെങ്കിൽ നമ്മൾ CPCR കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ് ഇസ് ദ ഡിക്റ്റം. ഓക്കെ, ഇന്റിബേഷന്റെ കാര്യങ്ങൾ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. എന്തിനാണ്? ഇഫ് ദർ ഇസ് അഡിക്വേറ്റ് ഫെസിലിറ്റി യു ക്യാൻ ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇന്റിബേഷൻ. അതാണ് ചില ഗൈഡ് ലൈൻസ് പറയുന്നത് ഇന്റിബേറ്റ് ചെയ്യുന്ന CPCR. പക്ഷെ നമ്മളെ സിറ്റുവേഷൻസ് പലപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കില്ല. ഓക്കെ, അത് ഫീസിബിൾ ആയിരിക്കില്ല. അപ്പം you can give priority to intubation once you have all the things are available and the person to intubate is there, you can intubate. അപ്പോൾ നേരത്തെ പറഞ്ഞു intubate ചെയ്യുന്ന അഡ്വാൻറ്റേജസ് എന്താണ്? You can prevent synchronization വേണ്ട. Okay, prevent aspiration. ഇത് രണ്ടേ ഉള്ളൂ. So intubation is not a very important thing if you can maintain oxygenation, okay, without aerosol generation. That is okay, but not for prolonged periods. ഒരുപാട് നേരം നമുക്ക് ആംബു ബാഗും ഒക്കെ ചെയ്ത് സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പാടായിട്ട് വരും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ACLS. നേരത്തെ പറഞ്ഞ പോലെ ഈ കാറ്റഗറി ഷോക്കബിൾ റിതം, നോൺ ഷോക്കബിൾ രണ്ടായിട്ട് അങ്ങനെ ഡിവൈഡ്. ഷോക്കബിൾ ആണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഷോക്സ് കൊടുത്തോണ്ടിരിക്കുക, എവറി 2 minutes പൾസ് ചെക്ക് ചെയ്യുക, റിതം ചെക്ക് ചെയ്യുക, പൾസ് നോക്കുന്ന സമയത്ത് റിതം ചെക്ക് ചെയ്യുക, ഏത് റിതമാണ്, ഷോക്കബിൾ റിതമാണ് അപ്പോഴും ഷോക്ക് കൊടുക്കുക. ആൻഡ് അലോങ് വിത്ത് ദിസ് ഷോക്സ് you can give drugs like adrenaline and amiodarone. Third shock introduce ആണ് amiodarone. നമ്മൾ ഫസ്റ്റ് ഷോക്ക് ആദ്യമേ കൊടുത്തു. This is the second shock. Okay, left side കാണുന്ന second shock, മേളിൽ കാണുന്നത്. And after 2 minutes check for the rhythm, and if this again shock rhythm, I give the third shock. Along with the third shock we call that a refractory VF bar VT, and give the third shock along with the amiodarone along with the third shock, amiodarone or lignocaine. Okay, so whereas if it is a non-shockable rhythm, എന്ത് ചെയ്യും? ഷോക്ക് കൊടുക്കാൻ ഒക്കില്ല, ഷോക്ക് കൊടുക്കുന്ന ഇൻഡിക്കേഷൻ ഇല്ല. കണ്ടിന്യൂ വാട്ട് യു ആർ ഡൂയിങ്. അഡ്രിനാലിൻ, ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസിൽ അഡ്രിനാലിൻ ക്യാൻ ബി ഗിവൺ ഏർലി. പഴയ ഗൈഡ് ലൈൻസിൽ അഡ്രിനാലിൻ എപ്പോഴാണ് വരുന്നത്? സെക്കൻഡ് ഷോക്കിന്റെ കൂടാണ്. ഓക്കെ, ഇപ്പം വേണേൽ അഡ്രിനാലിൻ നേരത്തെ കൊടുക്കാം. അപ്പൊ ഓൾവേസ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ampoule of adrenaline in whatever place you work. Okay, and keep some saline also for you to chase. Okay, we'll see that later. And
you have to have IV access. അപ്പം എല്ലാവരും ഇപ്പം Remdesivir മാത്രമല്ല കൊടുക്കുന്നത്. So one person has the response to put in IV cannula because you need to give drugs. Okay, IV cannula അല്ല intraosseous, difficult again. Adrenaline can be given and consider mechanical compression device. അത് നമുക്കില്ല, unfortunately ഇല്ല. അതിന്റെ കൂടെ മനസ്സിൽ എപ്പോഴും വെക്കേണ്ട treatable reversible causes. നമ്മൾ causes പറഞ്ഞു, ചിലപ്പോൾ ഒരു ന്യൂമോതൊറാക്സ് ആയിരിക്കും, ഒരു ICD ഇട്ട് അപ്പം റിവേഴ്സ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നീഡിൽ തൊറക്കോട്ടമി ചെയ്ത ഇത് റിവേഴ്സ് ചെയ്യും, പ്രഷർ ലെറ്റ് ഓഫ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, വിൽ കം ടു ദ ഡീറ്റെയിൽസ്. കംപ്രഷൻ, the adjective that they use to describe is push hard and push fast. Okay, so what is this hard? Hard എന്ന് വെച്ചാൽ 5 to 6 centimeter ഡെപ്തെങ്കിലും പോകണം. അപ്പൊ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അത് ശരിക്കും നമ്മൾ മാനിക്യൂനിൽ ചെയ്ത് പഠിക്കണം. സോ പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് 5 to 6 centimeters ആണെങ്കിൽ നമ്മൾ റിയൽ പേഷ്യന്റിന് 5 to 6 centimeters നമുക്ക് മെഷർ ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഓക്കെ, സോ 5 to 6 centimeters റേറ്റ് എത്ര? പുഷ് ഫാസ്റ്റ് 100 to 120. അതും നമ്മൾ മാനിക്യൂനിൽ ചെയ്ത് പഠിക്കുകയാണ്. 1 and 2 and 3 and 4. അപ്പം 1 compression and relaxation ഈക്വൽ ടൈം കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം 100 to 120. സൈറ്റ് എവിടെ ഞെക്കണം? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റേണം, അത് വളരെ റീസണബിൾ ആണ്. അല്ലെങ്കിൽ ചെസ്റ്റ് എടുക്കാൻ നേരത്തെ ശരിക്കും സെന്റർ ഓഫ് ദ ചെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർ നിപ്പിൾ ലൈൻ. പല 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐ തിങ്ക് ലോവർ ഓഫ് ദ സ്റ്റേണം ഇസ് ക്വൈറ്റ് ഗുഡ്. സെന്റർ ഓഫ് ദ ചെസ്റ്റ് അഗൈൻ വെരി സിമ്പിൾ. ഇപ്പൊ ലോവർ ഓഫ് ദ സ്റ്റേണം, ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. എന്തുകൊണ്ടാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്? ഹീൽ ഓഫ് ദ പാം. ഈ ഭാഗമാണ് ഹീൽ ഓഫ് ദ പാം. ഈ ഭാഗം ഹീൽ ഓഫ് ദ പാം. ഓക്കെ, അപ്പൊ അത് ഏത് കൈ ആദ്യം വെക്കണം? റൈറ്റ് വെക്കണോ ലെഫ്റ്റ്? ഏത് വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, usually നമ്മൾ right handed, we usually keep the right hand first, and over the first hand you keep the second hand. Okay, the fingers interlaced or one finger above the other. Rib cage lonnum തൊടാത്ത രീതിയിൽ ആ സ്റ്റേണം, heel of the palm സ്റ്റേണത്തിൽ പാരലൽ ആയിട്ട് ഇരിക്കണം. ഒരു across അല്ല, in line with the sternum. Okay, and long elbows നമ്മൾ എൽബോസ് മടങ്ങല്. ഈ പടത്തിൽ കാണാം how beautiful she has kneel down near the patient. Okay, and very important thing is that her shoulders, നമ്മൾ compression കൊടുക്കുന്ന ആളുടെ shoulder should be above the patient's chest. It's so very important. നമുക്ക് വീതിയുള്ള കട്ടിൽ കേറി നിന്ന് kneel down ചെയ്യാൻ ഒക്കൂ. നമ്മൾ വീതിയുള്ള കട്ടിലിൽ വെളിയിൽ നിന്ന് ചെയ്യണമെങ്കിൽ ഈ പൊസിഷൻ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഷോൾഡർ ഓഫ് ദ റെസ്ക്യൂർ അല്ലെ കംപ്രസർ should be over the patient's chest. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് ദ എൽബോസ് ലോക്ക്ഡ്. അപ്പൊ എന്തോ ശരിക്കും ചെയ്യുന്നത്? നമ്മളെ ബോഡിയുടെ മേൽഭാഗത്തെ വെയിറ്റ് പേഷ്യന്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മസിൽ പവർ അല്ല അവിടെ വരുന്നത്. ഓക്കെ, എങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? കൈ കൂടാണ്. അപ്പൊ അതുകൊണ്ടാണ് ലോക്ക്ഡ് എൽബോസ് എന്ന് പറയുന്നത്. ലോക്ക്ഡ് എൽബോസ് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? വെയിറ്റ് താഴോട്ട് പോകില്ല. സോ ഇറ്റ് ഷുഡ് ബി ലോക്ക്ഡ് എൽബോസ്. ഷോൾഡർ പൊസിഷൻ ഇസ് സോ വെരി ഇമ്പോർട്ടന്റ് ഓവർ ദ പേഷ്യന്റ്സ് ചെസ്റ്റ്. ആൻഡ് കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് റിലാക്സേഷൻ സമയത്ത് നമ്മൾ വെയിറ്റ് മാറ്റി കൊടുക്കുകയും വേണം. പക്ഷെ കൈ എടുത്ത് മാറ്റുകയും ചെയ്യില്ല. ദാറ്റ് ഈസ് ടയറിങ്. നമ്മൾ കംപ്രഷൻ അല്ല മസിൽ പെയിനോ അല്ലെങ്കിൽ ക്രാംസ് വരുന്നത്, മറ്റേ പൊസിഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ നിൽക്കുകയും വേണം, പക്ഷെ വെയിറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യില്ല, കംപ്രഷൻ കൊടുക്കുകയും ചെയ്യില്ല. ഓക്കെ, അത് അപ്പം അലൗ ചെസ്റ്റ് ടു റീകോയിൽ, തിരിച്ച് എക്സ്പാൻഡ് ചെയ്ത് നോർമൽ പൊസിഷനിൽ വരണം. വിൽ സീ ഇൻ ദ വീഡിയോ. ഓക്കെ, minimize interruptions until you have return of spontaneous circulation. Heart normally pump ചെയ്യാൻ നേരത്ത് you have pulse coming back, that is called return of spontaneous circulation, or you decide to stop your this thing. And the compression relaxation ratio is 1:1. അപ്പൊ ശരിക്കും പഠിക്കാൻ നേരത്ത് 1 and 2 and 3, 1 compression and എന്ന് പറയുന്നത് റിലാക്സേഷൻ, 2 compression and എന്ന് പറയുന്നത് റിലാക്സേഷൻ. ആ റേഷ്യോ കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ വിൽ സീ. ഓക്കെ, സോ ആ കൊടുത്ത കംപ്രഷൻ കൊടുത്ത ലേഡി
ഇത് കൈ വെച്ചിട്ട് സ്ലോ മോഷനിലൊക്കെ കാണിച്ചിട്ട് പൊങ്ങി ഇങ്ങ് വന്നു. ആ മൂവ്മെന്റ് ആണ് അവര് ഷോൾഡർ പേഷ്യന്റ് ചെസ്റ്റിന്റെ മേളിൽ തന്നെ കൊണ്ടുവന്നത്. എയർവേ മാനിപ്പുലേഷൻ നമ്മൾ പറഞ്ഞു കഴിയുന്ന നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാറില്ല. വി ഗോ ഫോർ ബാഗ് ആൻഡ് മാസ്ക്. ബാഗ് ആൻഡ് മാസ്ക് ഓപ്പൺ എയർവേ ഉണ്ടെങ്കിലേ പെർഫെക്ഷൻ കിട്ടൂ, ഇല്ലെങ്കിൽ പിന്നെ ലീക്ക് വരും. അപ്പോൾ യു ഷുഡ് നോ ഹൗ ടു കീപ് ദ എയർവേ ഓപ്പൺ. സോ വൺ മെത്തേഡ് ഇസ് ടു ഗിവ് എ head tilt, open mouth and jaw, head tilt, chin lift, and this thing, open mouth. That is called a Peter-Saffa's triple airway manner. This is called jaw thrust, where you stand at the head end of the patient. You try to protrude the mandible towards anteriorly, അല്ലെങ്കിൽ കിടക്കുകയാണെങ്കിൽ towards the roof. റൂഫിലോട്ട് തള്ളിക്കൊണ്ട് പ്രോഗ്നാന്തിസം വരുന്ന പോലെ തള്ളിക്കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ എന്ത് പറ്റും? ആംഗിൾ ഓഫ് ദ മാൻഡിബിൾ തള്ളി, കൈ ഇങ്ങനെ ഈ തമ്പ് ഇരിക്കുന്ന തമ്പ് രണ്ടും മൗത്തിനെ ഓപ്പൺ ചെയ്യും. മൗത്തിനെ ക്ലോസ് ചെയ്യില്ല. മൗത്തിനെ ക്ലോസ് ചെയ്ത് നമ്മളെ വെന്റിലേഷൻ പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പം ടങ് ഫാൾ ബാക്കിനെ പ്രിവെന്റ് ചെയ്യാനാണ്. ഹെഡ് റിമെയിൻസ് ടിൽറ്റഡ് വിത്ത് ദ കൈയുടെ ഈ മറ്റേ ഈ ഭാഗം കൊണ്ട് ഹെഡിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുകയും ചെയ്യാം. സോ ദിസ് ഇസ് അഗൈൻ വെരി ഗുഡ് ടു ഗിവ് ഐദർ മാസ്ക് വെന്റിലേഷൻ ഓർ മൗത്ത് കൊടുക്കില്ല. ഓക്കെ, സോ ടൈമിങ്സ് കുറെ ടൈമിംഗ് ഉണ്ട്. സോ വൺ വി ഓൾറെഡി സെറ്റ് 30:2 പറഞ്ഞു. അഡ്വാൻസ്ഡ് എയർവേ ആണെങ്കിൽ ബ്രെത്ത്സ് എത്രയാണ്? 10 breaths per minute. ദാറ്റ് ഈസ് നെവർ ഹൈപ്പർ വെന്റിലേറ്റ്. കാരണം ലങ്സിലോട്ട് പോകുന്ന ബ്ലഡ് ഫ്ലോയും വളരെ കുറവാണ്. അപ്പൊ അത്രയും ബ്ലഡിനെ മാത്രം ഓക്സിജനേറ്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ മോറോവർ ഇൻട്രാതൊറാസിക് പ്രഷർ കൂടിയ വീനസ് റിട്ടേൺ വരൂല. ഓക്കെ, അപ്പൊ അടുത്ത പമ്പിങ് വളരെ ഇൻഎഫക്റ്റീവ് ആയിരിക്കും. സോ വെരി സ്ലോ യു ഗിവ്. അഡ്വാൻസ്ഡ് ഇന്റിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗ്രണൈസ് ചെയ്യേണ്ട, കംപ്രഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട. മൾട്ടിപ്പിൾ റെസ്ക്യൂസ് ആണ് റൊട്ടേറ്റ് എവറി 2 minutes. അപ്പൊ 2 minutes എങ്ങനെ അറിയും? ഒരു 30:2 ആണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. 5 സൈക്കിൾ ആവുന്നിടത്ത് ഏകദേശം 2 minute. 2 minute ആവുന്നത് എന്തായാലും റൊട്ടേറ്റ് ചെയ്തിരിക്കണം, ക്ഷീണിച്ചാലും ഇല്ലെങ്കിലും. അപ്പം കംപ്രസർ ഇതിന് മുമ്പേ ക്ഷീണിച്ചാലും മാറണം. 2 minute വരെ കാത്തിരിക്കല്ലോ. ഓക്കെ, ഇതെല്ലാം നോക്കുന്ന ടീം ലീഡർ ആണ്. ഒരാൾ സൂപ്പർവൈസർ ആയിട്ടുണ്ടെങ്കിൽ അയാൾ നോക്കണം. അല്ലെ കംപ്രസർ തന്നെ തോന്നുന്നു കംപ്രഷൻസ് എഫക്റ്റീവ് അല്ല, പതുക്കെ മാറും, അടുത്ത ആൾ കയറുക. ഓക്കെ, okay. Endotracheal intubation, I think we have discussed that. Okay, if you can't intubate and you are find it difficult to mask ventilate, നമ്മൾ എങ്ങനെയൊക്കെ പിടിച്ചിട്ടും നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. ചെസ്റ്റ് റൈസ് കാണാം. ശരിക്കും വെന്റിലേറ്റ് ചെയ്യണമെങ്കിൽ ചെസ്റ്റ് റൈസ്, വിസിബിൾ ചെസ്റ്റ് റൈസ് കാണുന്നവരാണ് നമ്മൾ കംപ്രസ് ചെയ്യാൻ ആംബു ബാഗ്. ഓക്കെ, ബെയിൻ സർക്യൂട്ട് ആണെങ്കിൽ ആ ബാഗ് കംപ്രസ് ചെയ്യുന്ന വിസിബിൾ ചെസ്റ്റ് റൈസ് ആണ്. അപ്പൊ അങ്ങനെ കിട്ടുന്നില്ല എന്തുകൊണ്ട് അർത്ഥം? അല്ലെങ്കിൽ എല്ലാം ലീക്ക് ചെയ്ത് ശബ്ദം മാത്രമേ ലീക്ക് ചെയ്ത് വെളിയിൽ പോവുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ചെയ്യാവേ ഒബ്സ്ട്രക്റ്റഡ് എയർവേ. ഒബ്സ്ട്രക്റ്റഡ് എയർവേ ലീവ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ആണ് ഇതുപോലെ oropharyngeal airway, nasopharyngeal airway, and if you have a LMA, you can very well use that. So very simple devices which you can use, provided you use the ambu bag with the bacterial and viral filter. Okay, ഇത്രയും നമ്മൾ ചെയ്യുന്നു. നമുക്ക് എങ്ങനെ അറിയാം we are doing it in the correct way? That is called the quality of CPCR. അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് അത് ക്വാളിറ്റി നല്ലതെന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. പുഷ് ഹാർഡ് ഫാസ്റ്റ് പറഞ്ഞു, കംപ്ലീറ്റ് റീകോയിൽ പറഞ്ഞു, ഇന്ററപ്ഷൻസ് കുറയ്ക്കണമെന്ന് പറഞ്ഞു, എക്സസീവ് വെന്റിലേഷൻ പാടില്ല, റൊട്ടേറ്റ് എവറി 3 minutes. 30:2 അത് വെന്റിലേഷൻ കൊടുക്കുകയാണെങ്കിൽ ബാഗ് ആൻഡ് മാസ്ക് ആംബു ബാഗ് ചെയ്യുകയാണെങ്കിൽ 30 വെക്കുക, നിർത്തുക, 2 വെന്റിലേഷൻ കൊടുക്കുക. അതും നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ഫിൽറ്ററും ടൈറ്റ് ഫിറ്റിംഗ്സ് മാസ്കും ഒക്കെ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഓക്കെ വിൽ സ്കിപ്പ് ദാറ്റ്. ആൻഡ് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ 2 minute നമ്മൾ പൾസ് ചെക്ക് ചെയ്യുന്നു, ഷോക്ക് ബ്ലൂതാണെങ്കിൽ ഷോക്ക് കൊടുക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ റിട്ടേൺ ഓഫ് സ്പോണ്ടേനിയസ് സർക്കുലേഷൻ വന്നോ ഇല്ല എന്ന് എങ്ങനെ അറിയും? നമ്മൾ ഓരോ പൾസ് ചെക്കിലും നമുക്ക് വി ക്യാൻ ഫീൽ ഫോർ ദ കരോട്ടിഡ്. കരോട്ടിഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ കാർഡിയാക് അറസ്റ്റ് അല്ല, ഡയഗ്നോസിസ് മാറി. ഓക്കെ,
So you can see the pulse and you can feel the pulse, and if you have a BP recording ഉണ്ടെങ്കിൽ BP മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നോക്കാം. ICUലൊക്കെ എൻറ്റൈറൽ കാർബൺ ഡയോക്സൈഡും ആർട്ടിൽ വേവ് ഫോം ഉണ്ടെങ്കിൽ അതൊക്കെ വരും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പല ടൈപ്പ് BF പറഞ്ഞു, പൾസസ് VT എന്നൊക്കെ പറഞ്ഞു. നമുക്ക് കാർഡിയക് അറസ്റ്റിൽ ഒരു ECG എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പാറ്റേൺസ് ആയിരിക്കും കാണുന്നത്? നാല് പാറ്റേൺ കാർഡിയക് അറസ്റ്റിൽ കാണാറുള്ളൂ. ഒന്ന് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഓക്കെ. രണ്ട് പൾസ്ലെസ് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ പൾസ് ഉള്ളതുകൊണ്ട്, അപ്പം പൾസ് ഇല്ലാത്തതാണ് കാർഡിയക് അറസ്റ്റ്. സോ അപ്പൊ നമുക്ക് കാർഡിയക് അറസ്റ്റിന് അറിയാം വെൻട്രിക്കുലർ VT എന്ന് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. പക്ഷെ കറക്റ്റ് ടേം ഇസ് പൾസ്ലെസ് VT. Third one is asystole, and the last one is pulsus electrical activity. Pulsus electrical activity നേരത്തെ എന്റെ പേര് എന്ത് വരുന്നു? ഇലക്ട്രോമെക്കാനിക്കൽ ഡിസോസിയേഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ പൾസ് കാണൂല, പക്ഷെ ECGയിൽ കുറച്ച് ആക്ടിവിറ്റി ഒക്കെ കാണും. നമ്മൾ ECG മോണിറ്റർ ചെയ്യണമെങ്കിൽ ECG കുറച്ച് ആക്ടിവിറ്റി ആകും, സിവിയർ ബ്രാഡി ആയിരിക്കും. ഓക്കെ, പൾസ് പിടിച്ചാൽ പൾസ് കാണൂല. ദാറ്റ്സ് കോൾഡ് പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. അപ്പൊ എന്തുവാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഇത് ഫസ്റ്റ് രണ്ടെണ്ണം ഷോക്കബിൾ ആണ്. നേരത്തെ പറഞ്ഞു AED കൊണ്ട് വെക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും. AED ക്യാൻ ബി യൂസ് ടു അനലൈസ് യുവർ ECG. ഓക്കെ, അല്ലെങ്കിൽ ECG ഇതുണ്ടെങ്കിൽ നമുക്ക് അത് AED വരുന്ന മുമ്പേ അനലൈസ് ചെയ്യാക്കും. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആണോ പൾസ്ലെസ് വെൻട്രിക്കുലർ VT ആണോ? ഓക്കെ, ഇത് രണ്ടും ഷോക്കബിൾ റിതമാണ്. The last two are called non shockable rhythm. അപ്പൊ അതിൽ ഷോക്ക് കൊടുത്തിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞു ഹൈപ്പോക്സിയ കൊണ്ട് അറസ്റ്റ് വരാൻ സാധാരണ asystole പൾസസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും. മറ്റേ കാർഡിയക് പ്രോബ്ലം കൊണ്ടുവരുന്നത് മിക്കവാറും VF പൾസ്ലെസ് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ആയിരിക്കും. ആദ്യത്തെ ടോപ്പ് മോസ്റ്റ് ഇസ് ദ VF. ഒന്നും ഐഡന്റിഫൈ ആകൂല, കെയോട്ടിക് ഒന്നുമില്ല, ഒരു ഡിസ്ക്രീറ്റ് ആയിട്ട് ഒരു QRS ഒന്നുമില്ല. സെക്കൻഡ് ഇസ് റെഗുലർ, we have broad complexes, that is VT, and the last one is severe bradycardia progressing onto asystole. So നേരത്തെ പറഞ്ഞു it's an aerosol generating procedure. Different types of defibrillators are available, like the manual biphasic ones, where the energy that is recommended is between 120 to 200. അപ്പൊ ഏതെടുക്കും? അപ്പൊ നമ്മളെ defibrillator നോക്കുക, ആ ഡയലില് നമ്മ 150 ആണ് ഡീഫോൾട്ട് എനർജി എങ്കിൽ അതൊരു ബോക്സിലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലോ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഡിഫറൻസ് എടുത്ത് കാണിക്കും ആ ഡീഫോൾട്ട് എനർജി. അതാണ് ഡീഫോൾട്ട് എനർജി. ഓക്കെ, 150 ആണ് നമ്മളെ ഡിഫിബ്രിലേറ്ററിൽ ഡീഫോൾട്ട് എനർജി എങ്കിൽ അത് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം അത് ദാറ്റ് വിൽ വേരി ഫ്രം 120 to 200. പല ഡിഫിബ്രിലേറ്റേഴ്സും പലതായിരിക്കും. അപ്പൊ നമ്മൾ ഡിഫിബ്രിലേറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി നോക്കുക ഏതാണ് അതിന്റെ ഡീഫോൾട്ട് എനർജി. അത് നമ്മൾ മനസ്സിൽ വെക്കണം, അല്ലെങ്കിൽ ഡയൽ കറക്കാൻ നേരത്ത് അത് വെക്കുന്ന രീതിയിലോട്ട് മനസ്സിൽ വെക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫോർ VF ആൻഡ് VT. മേളിൽ ഇപ്പം വന്ന പടം ദാറ്റ് ഇസ് ദ AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് പറഞ്ഞു തരും ഏത് ഷോക്കബിൾ റിതമാണോ അത് ഷോക്ക് ചാർജ് ചെയ്യും. നമ്മൾ ഷോക്ക് ഡെലിവറി ബട്ടൺ മാത്രം ഞെക്കിയാൽ മതി. അതിന്റെ AED പാഡിൽസ് വലുത് പാഡിൽസും ചെറുത് പാഡ്സ് എന്നാണ് പറയുന്നത് ഒട്ടിക്കുന്നത്. We already saw this chart where every 2 minutes you check for the pulse, and if you get a shocker rhythm, give the shock. That should be repeated, but in between the shocks you will add drugs like adrenaline, amiodarone. So this would be the ideal scenario. I clear, you clear, everybody clear. Usually supine patients nanengil sternal pad und apical pad und sternal pad is kept below the right sternum, right clavicle near the sternum. Apical pad is kept at the cardiac apex. Okay, and the heart ideally should be coming in between your two paddles. I clear, you clear, everybody clear. കഴിഞ്ഞ ശേഷം ഡബിൾ കൺഫർമേഷൻ ആണ്. ഇപ്പം വളരെ റെയർ ചാൻസ് ആണ് ഈ ഷോക്ക് ഈ പേഷ്യന്റ് കൂടെ കടക്കാതെ നമ്മൾ തൊട്ട് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടാൻ, വളരെ റെയർ ആണ്. അത് അങ്ങനെ വരാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ ഐ ക്ലിയർ, യു ക്ലിയർ, എവരിബഡി ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഷോക്ക് കൊടുക്കാറുള്ളൂ.
അപ്പൊ AED അല്ല ഡിഫിബ്രിലേറ്റർ വെച്ച് ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ റിതം മാറി നോർമൽ ആയോ നോക്കുന്നത് 2 മിനിറ്റ് CPCR കഴിഞ്ഞിട്ടാണ്. സോ the next step that you do after giving the shock is to start CPCR. Start chest compressions. Okay, 30:2 intubate ചെയ്തിട്ട് 30:2 വെച്ച് കംപ്രഷൻസും വെന്റിലേഷനും സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ആ ഷോക്ക് എഫക്റ്റീവ് ആണോ ഇല്ലെന്ന് നോക്കുന്നത് ഇറ്റ്സ് ഓൺലി ആഫ്റ്റർ 2 minutes. Okay. So what do you do when you have a non-shockable rhythm? നമ്മൾ ഇത്രയും നേരം ഷോക്ക് പറഞ്ഞു, every 2 minutes you check and see if the shock will give the shock. Okay. And what would happen when it's a non-shockable rhythm? Non-shockable rhythm എന്ന് പറഞ്ഞാൽ asystole pulseless activity നമുക്ക് എന്ത് ചെയ്യും? ഷോക്ക് കൊടുക്കാൻ നോക്കൂല. Do start CPCR. Okay. അതിന്റെ കൂടെ അഡ്രിനാലിൻ IV ക്യാനിലോ അല്ലെങ്കിൽ ഇൻട്രോഷ്യസ് ലൈനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ you give adrenaline. Okay. So these are the things that you can divide patients into shockable and not shockable rhythm. The pulseless electrical activity നേരത്തെ പറഞ്ഞു. So there are definite causes for pulseless electrical activity, and adrenaline is the drug of choice for all kinds of cardiac arrest. Remember, ഏത് ടൈപ്പ് ഏത് rhythm ആണെങ്കിലും നമുക്ക് adrenaline ധൈര്യമായിട്ട് കൊടുക്കാം. Okay. So what are the 5H and the 5T's? Hypovolemia. Okay. Again, with drier in COVID. Hypoxemia, definitely yes. Acidosis, respiratory acidosis വരാം, kidney injury ഉണ്ടെങ്കിൽ വരാം. Hyper or hypokalemia, especially the hyperkalemia can occur in acute kidney injury. Hypothermia, again, not very common in this. And the 5T's are tension pneumothorax. Yes, tension pneumothorax നമ്മൾ ventilated patients definitely വരാം. Pulmonary thromboembolism നേരത്തെ പറഞ്ഞു വളരെ കോമൺ ആണ്. Coronary thromboembolism common ആണ്. Cardiac tamponade maybe is rare, ഒരു bleeding manifestation. അത് വളരെ ചാൻസ് കുറവാണ്. ഓവർഡോസ് അതും ഈ സിറ്റുവേഷനിൽ വരൂല. ഒരു അഡീഷണൽ കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് ഈ ഹൈ വെന്റിലേറ്റർ ഡിപെൻഡന്റ് പേഷ്യൻസിനൊക്കെയാണ് ഇത് സംതിങ് ഓട്ടോപീക്. Autopep develop the patient can go into cardiac arrest. So that is because of very high number of breaths and not enough adequate exhalation time that will allow the gases to get collected in the alveoli. So this is prone CPCR. അപ്പൊ ഇതില് അപ്പൊ അതിൽ T7 പൊസിഷൻ ആണ്. T7 പൊസിഷനിൽ ഇൻഫീരിയർ ബോർഡർ ഓഫ് ദ സ്കാപ്പുല നോക്കിയിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് സിംഗിൾ സ്ഥലത്ത് അത് ലെഫ്റ്റിലാണ് ചെയ്യുന്നത്, 2 ഹാൻഡ് ടെക്നിക്, അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ 2 സൈഡിലും വെച്ച് യു ക്യാൻ ഗിവ് ദ കംപ്രഷൻസ് 100 to 120 compressions per minute. That is prone. This is Lucas mechanical device. Okay, we'll come to the last part, that is the drugs. So I told you adrenaline നേരത്തെ പറഞ്ഞ നേരത്തെ ഗൈഡ് ലൈനിൽ സെക്കൻഡ് ഷോക്കിന്റെ കൂടെ കൊടുക്കണം. പക്ഷെ അത് റെക്കമെൻഡേഷൻ മാറിയിട്ട് യു ക്യാൻ ഗിവ് adrenaline early in cases cardiac arrest. That is what we were doing. നമ്മൾ cardiac arrest വന്നു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന adrenaline തന്നെയാണ്. So the recommendation has come in favor of us. So adrenaline dose is 1 milligram IV every 3 to 5 minutes. അപ്പൊ പെരിഫറൽ ലൈൻ ആണെങ്കിൽ നമ്മൾ കുറച്ച് സലൈൻ വല്ല 20 ml സലൈൻ കൂടെ കൊടുത്ത് പുഷ് ചെയ്യണം. ചേസർ ഫ്ലൂയിഡ് കൊടുക്കണം, അല്ലെങ്കിൽ കൈ പൊക്കി പിടിച്ച് മിൽക്ക് ചെയ്യണം. Okay, so every 3 to 5 minutes you go on giving adrenaline till you have return of spontaneous circulation. Endotracheal tube വഴി നമുക്ക് adrenaline കൊടുക്കാം, 10 ഇരട്ടി വരെ കൊടുക്കാം. ഒരുമിച്ചല്ല, ഡിഫറെന്റ് ടൈമിലായിട്ട് നമുക്ക് 10 milligram വരെ endotracheal tube വഴി കൊടുക്കാം. Okay, amiodarone is one drug which is quite useful for refractory VF bar VT.
It is a sodium potassium calcium channel blocker, so it blocks all the channels and then it prolongs AV refractive periods. Dose is 300 milligram for cardiac arrest, and then you can give one more dose as 150 milligram. Lycopene is an alternative to amiodarone. Dose is 1 to 1.5 milligram per kg bolus. Okay, either any of this can be used. Okay, and you can use it as infusion also. Soda bicarb is one drug which again has a very limited role in cardiac arrest. The recommendations are a patient in whom you know that there is already pre-existing hyperkalemia. Potassium കൂടുതലാണെന്ന് അറിയാം. Okay, and arrest കാരണം hyperkalemia ആണെങ്കിൽ definitely you can give soda bicarb because that will decrease the it will push the potassium into the cells. Pre-existing CKD ആണ് a typical example. AK, CKD, prolonged restation, that is what we have to take care of. Prolonged restation എന്ന് പറയാൻ നേരത്ത് it's not defined. എത്ര മിനിറ്റ് ആണ് prolonged restation? 30 ആണോ 20 ആണോ എന്ന് പറയുന്നില്ല. പക്ഷേ it is again very ഒരു നമ്മളൊരു ഡിസിഷൻ എടുത്ത് ചെയ്യുക. പക്ഷേ usually given after all other interventions are done in the proper way. 1 milligram per kg is the dose, so you can almost give 50 ml boluses. And further doses are given guided ideally by an ABG, and ABG വന്നു കഴിഞ്ഞാൽ ഹാഫ് കറക്ഷൻ നമ്മൾ സാധാരണ ചെയ്യാറുള്ളൂ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൻ ടു ടെർമിനേറ്റ്, ദാറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ. നമ്മൾ ഓൾറെഡി പറയും നമ്മളെ പേഷ്യൻസ് പലരും വളരെ സിവിയർലി ഹൈപ്പോക്സിമിക് ആയിരിക്കും. ആൻഡ് കാർഡിയാക് പ്രോബ്ലം കൊണ്ട് ഒരു പ്രൈമറി കാർഡിയാക് അറസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ again that is again so difficult to correct. എക്സാമ്പിൾ എന്തോ ഒരു കൊറോണറി CAD MI വന്ന് കംപ്രഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ will it improve the circulation to the heart? It will not. It will not reverse the cause of arrest. Okay, until you do a primary. So return of spontaneous circulation one there, you can stop. You can palpate for the pulse. Okay, and if there is no return of spontaneous circulation even after 20 minutes of ideal CPCR. Okay, other AHA CPCR 2015 ഒരു ഗൈഡ്ലൈൻ പറയുന്നത് കോട്ട് ചെയ്യുന്നത് ഒരു അമേരിക്കൻ സൊസൈറ്റി ഓഫ് എമർജൻസി മെഡിസിൻ ഫിസിഷ്യൻസിന്റെ ഒരു ഗൈഡ് ലൈനിലാണ് അവർ കോട്ട് ചെയ്യുന്നത്. 20 മിനിറ്റ്സ് വരെ നമ്മൾ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടും ഒരു റിട്ടേൺ ഓഫ് സ്പോണ്ടേ, ഒരു പൾസ് വന്നില്ല, പേഷ്യന്റ് തിരിച്ച് ECG വന്നില്ല, ഹാർട്ട് കൺട്രാക്ട് ചെയ്ത് തുടങ്ങിയില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ യു മേ സ്റ്റോപ്പ്. സോ ഇറ്റ് ഈസ് സോ ഷോർട്ട്. എന്ന് വെച്ചാൽ പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ ഗുണമില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ വാട്ട് ആർ ദ ചേഞ്ചസ് യു മേക്ക് ഇൻ പ്രഗ്നൻസി? പ്രഗ്നൻസി ചേഞ്ചസ് അറിയില്ല, നമ്മൾ ലെഫ്റ്റ് യൂട്രൈൻ ടിൽറ്റ് അല്ലെങ്കിൽ യൂട്രൈൻ ടിൽറ്റ് കൊടുക്കും. ഓക്കെ, പിന്നെ ഏർലി ഇൻറ്റുബേഷൻ പറയുന്നുണ്ട്. FRC വളരെ കുറവായിട്ട് പെട്ടെന്ന് ഡീസാച്ചുറേറ്റ് ചെയ്യും, അറസ്റ്റ് അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഹൈപ്പോക്സിമിയ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. So what will COVID do to pregnant patients എന്നുള്ള ചോദ്യമാണ്. Pregnancy may increase the risk of acute decompensation critically pregnant patient with COVID-19. So it is patient will go bad further. So pregnancy is not very safe in the COVID era. And as usual, നമ്മൾ എന്ത് ചെയ്യും? pregnant CPCR will try to remove the baby by the 5 minutes. Start resuscitative hysterotomy by 4 minutes and the baby should be out by 5 minutes. Okay, that is to save basically the mother if it's less than 20 weeks and both the baby and the mother if it's more than 20 weeks. So that is a recommendation for pregnancy in COVID CPCR. And what do you do after the cardiac? Return of spontaneous circulation വന്നു. Okay, അപ്പൊ നമ്മൾ പ്രൈമറിയും നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ് ദ കോസ് ഓഫ് കാർഡിയക് അറസ്റ്റ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി എന്തുവാണ് കോസ്, അത് ട്രീറ്റ് ഇല്ലെങ്കിൽ എന്ത് പറ്റും, പിന്നെയും കാർഡിയക് അറസ്റ്റ് വന്നുകൊണ്ടിരിക്കും. So basically patient has to be shifted to a place or hospital where you have all the facility to treat that. ഇപ്പൊ നമ്മൾ MI ആണ് കോസ് എങ്കിൽ പ്രൈമറി ചെയ്യാനോ ആൻജിയോഗ്രാം ചെയ്യാനോ അല്ലെ വെന്റിലേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് വേണം കൊണ്ടുപോകാൻ. ട്രാൻസ്പോർട്ടേഷൻ CPCR നടന്നുകൊണ്ടിരിക്കുക നേരത്ത് കഴിയുന്നതും പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്യില്ല. കാരണം ആ കംപ്രഷൻസ് നിർത്തി കഴിഞ്ഞാൽ will it come back? It will not. Okay, ബ്രെയിൻ ഹൈപ്പോക്സിമിക് ആവും, ഹാർട്ട് പിന്നെയും ഇസ്കീമിക് ആവും. ഓക്കെ, സോ അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചു പറയാം, ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ there should be return of spontaneous circulation. Okay, that is the best thing. Patient remains relatively stable. നേരത്തെ പറയുന്ന കോസ് കണ്ടുപിടിക്കുക, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇൻഡ്യൂസ്ഡ് ഹൈപ്പോതേമിയ ലിറ്റിൽ എവിഡൻസേ ഉള്ളൂ, വളരെ കുറച്ച് സിനാറിയോസിൽ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ VFD VT ഉള്ള സിനാറിയോസിൽ മാത്രം റെക്കമെൻഡേഷൻ ഉള്ളൂ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോതേമിയക്ക്. വെന്റിലേറ്ററിൽ കിടക്കുകയാണെങ്കിലും ലങ് പ്രൊട്ടക്റ്റീവ് വെന്റിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോ ടൈഡൽ വോളിയം വെന്റിലേഷൻ തന്നെ ആയിരിക്കണം ടു പ്രിവെന്റ് ലങ് ഇഞ്ചുറി. മൾട്ടിപ്പിൾ ഓർഗൻ ഇസ്കീമിക് ഹെപ്പറ്റൈറ്റിസ്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എല്ലാം വരാം. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. And you have to treat all those things and assess prognosis. Assess prognosis usually by 72 hours. 72 മണിക്കൂർ കഴിഞ്ഞാണ് ഉണർത്തി നോക്കുന്നത്. ആ സമയത്തുള്ള എന്തുമാത്രം ഉണർവുണ്ട് അതനുസരിച്ചാണ് പ്രോഗ്നോസിസ്. സ്കോർ
ലെസ് ദാൻ 5 ഒക്കെ ആണെങ്കിൽ ഫുൾ ന്യൂറോളജിക്കൽ റിക്കവറി ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. കോമയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ യു വിൽ നോട്ട് നില്ലെന്ന് തന്നെ പറയാം, ന്യൂറോളജിക്കൽ റിക്കവറി. ഓക്കെ. ആൻഡ് your aim for saturation again after cardiac arrest ventilation is only 94%, not very high, and start with 10 to 12 breaths per minute. Don't hyperventilate. Carbon dioxide normal range maintain because carbon dioxide will affect your cerebral perfusion also. So when you do consider hypothermia നേരത്തെ പറഞ്ഞു, usually consider when the patient is not waking up or responding to a call after return of spontaneous return. Cardiac pumping വന്നു, പൾസ് വന്നു, പക്ഷെ പേഷ്യന്റ് ഒന്നും ഒബേ ചെയ്യുന്നില്ല. അപ്പം you may think that patient has a ischemic, hypoxic ischemic injury, and you try to protect the brain with induced hypothermia, and little evidence ഉള്ളൂ അതിന്. വളരെ specific scenarios. അതിനേക്കാൾ important ആയിട്ടുള്ള treat the primary cause. Coronary reperfusion ആണ് വേണമെങ്കിൽ അത് ചെയ്യുക. അതും you have to shift the patient to a center which supports that. Okay. Adrenaline, dopamine, noradrenaline are the drugs that you use post cardiac arrest to maintain your BP, and the goal of BP is just above 90, not very high, MAP just above 65, and the RBS should be targeted to 140 to 180, like for most of our critically ill patients. Last slide on how to do CPCR in an adult COVID patient. This is out of hospital. Out of hospital ആണ്. ഇപ്പം cardiac arrest രണ്ട് സിനാറിയോ, ഇൻ ഹോസ്പിറ്റൽ, ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ അറിയാം ഉണ്ട്. അപ്പൊ ഔട്ട് ഓഫ് ഹോസ്പിറ്റലാണ് നമ്മൾ എന്ത് ചെയ്യാനോ, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൗത്ത് ടു മൗത്ത് ഒന്നും കൊടുക്കാൻ ഒക്കില്ല. അപ്പം ഈ കംപ്രഷൻ കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാലോ, ഇത് ഒരു ടവല് വല്ലം പേഷ്യന്റെ മുഖത്തോട്ട് ഇട്ടിട്ട് you can give compression only CPCR. Okay, AED ഉണ്ടെങ്കിൽ AED വെച്ച് ഷോക്കും കൊടുക്കാം. So this concludes what little I had to contribute to this topic. I think we'll have a discussion that suppose നമുക്ക് IV ആക്സസ് കിട്ടില്ലെങ്കിൽ IM അഡ്രിനാലിൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. IM adrenaline recommended അല്ല. IM adrenaline കൊടുക്കുന്ന ഉള്ള സിറ്റുവേഷൻ ഇസ് അനാഫിലാക്സിസ്. ഇൻട്രാഓഷ്യസ് റൂട്ട് ഉണ്ട്, പക്ഷെ അതിന് ഇൻട്രാഓഷ്യസ് നീഡിൽ വേണം. നമുക്ക് സാധാരണ നീഡിൽ വെച്ച് കൊടുക്കാൻ ഒക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാരണവശാലും IM കൊടുക്കുന്നില്ല അല്ലെ? ഓൺലി IV. അത് IM അബ്സോർപ്ഷൻ വളരെ ഡിലേഡ് ആണ്, സ്ലോ അബ്സോർപ്ഷൻ ആണ്. നമുക്ക് അഡ്രിനാലിൻ കാർഡിയക് അറസ്റ്റിൽ കൊടുക്കുന്നത് it is acting via the alpha receptors. Alpha receptors act ചെയ്യണമെങ്കിൽ വെരി ഹൈ ഡോസ് ആണ് വേണ്ടുന്നത്. അതുകൊണ്ടാണ് 1 gram IV പുഷ് 1 milligram IV പുഷ് കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കും, നമ്മുടെ ഇൻഫ്യൂഷൻ ഒക്കെ എന്ത് സ്മോൾ ക്വാണ്ടിറ്റീസ്. അപ്പൊ അതൊക്കെ ബീറ്റ ആക്ഷനും ഈ കാർഡിയക് അറസ്റ്റിൽ സിവിയർ വാസോ കൺസ്ട്രിക്ഷൻ വന്നിട്ട് ഈ അയോട്ടിക് പ്രഷർ കൂടി, ഡയസ്റ്റോളിക് കൊറോണറി പെർഫ്യൂഷൻ കൂടി, അങ്ങനെയാണ് ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് അഡ്രിനാലിൻ കാർഡിയക് അറസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ആ ആൽഫ ആക്ഷൻ വരണമെങ്കിൽ ഹൈ ഡോസ് പെട്ടെന്ന് ചെന്നാലോ, അല്ലാതെ IM കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ സ്ലോ ആയിട്ട് അബ്സോർവ് ചെയ്ത് ഇത്രയും ഹൈ കോൺസെൻട്രേഷൻ ബ്ലഡിൽ കിട്ടൂല. ആൻഡ് ദാറ്റ് വുഡ് പ്രൊഡ്യൂസ് ബീറ്റ എഫക്ട്. ബീറ്റ എഫക്ട് കുറച്ച് ഡിലീറ്ററീസ് ആണെന്നാണ് പറയുന്നത് കാർഡിയക് അറസ്റ്റിൽ. സോ ആൽഫ ആക്ഷൻ വേണമെങ്കിൽ ഹൈ ഡോസ് തന്നെ കൊടുത്താലോ. ഹലോ സർ. സർ, ഇൻട്രാകാർഡിയാക്ക് അഡ്രിനാലിൻ കൊടുക്കാൻ ഇപ്പം ഗൈഡ് ലൈൻസ് ഒന്നും അലോ ചെയ്യുന്നുണ്ടോ? ഇൻട്രാകാർഡിയാക്ക് കൊടുക്കാൻ ഇൻട്രാകാർഡിയക് റെക്കമെൻഡേഷൻ ഒന്നും തന്നെ ഇല്ല ഇപ്പോഴത്തെ ഗൈഡ് ലൈനിൽ. അവർ പറയുന്നത് നമ്മളിപ്പം ഇൻട്രാകാർഡിയക് കൊടുത്താൽ ഒന്ന് ചിലപ്പം കാർഡിയക് മസിലായിരിക്കും. നമ്മളിപ്പം ബ്ലഡ് ആസ്പിറേറ്റ് ചെയ്ത് കൊടുത്താലും ചിലപ്പം നമ്മൾ അറിയാതെ കൊടുക്കുന്ന ഒരു ഭാഗമെങ്കിലും മസിലിൽ പോകും. രണ്ട്, ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ആസ്പിറേറ്റ് ചെയ്യുന്ന ഒരു കൊറോണറി ആർട്ടറിയിലായിരിക്കും. കൊറോണറി ആർട്ടറിയിൽ ഇത്രയും ഹൈ അഡ്രിനാലിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സിവിയർ വാസോ കൺസ്ട്രിക്ഷൻ വന്നിട്ട് ഒട്ടും തന്നെ ബ്ലഡ് സപ്ലൈ പോകില്ല. ഒരു ഇൻഡിക്കേഷനും ഇല്ല ഇൻട്രാ കാർഡിയക് അഡ്രിനാലിൻ കൊടുക്കുക. ചാറ്റ് ബോക്സിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇസ് ദർ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ടു റെസ്ക്യൂസ്? യെസ്. നേരത്തെ കണ്ട വീഡിയോ തന്നെ അവര് കണ്ട ഐ ക്ലിയർ, എവരിബഡി ക്ലിയർ, ഐ ക്ലിയർ, യു ക്ലിയർ, എവരിബഡി ക്ലിയർ പറഞ്ഞിട്ടാണ് അവര് ഷോക്ക് ബട്ടൺ ഞെക്കുന്നത്. അപ്പൊ അതിലും ഉണ്ട് ആ ഷോക്ക് കൊടുക്കുന്ന കറണ്ട് ആണ് വരുന്നത്, അല്ലാതെ നമ്മൾ കുത്തിയ കറണ്ട് അല്ല വരുന്നത്. അത് അങ്ങനെയാണ്. പിന്നെന്താണ് അഡ്രിനാലിൻ ത്രൂ എൻഡോട്രക്കിയൽ ട്യൂബ്. എൻഡോട്രക്കിയൽ ട്യൂബ് വഴി അഡ്രിനാലിൻ കൊടുക്കണമെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ പറഞ്ഞ പോലെ IV ഒന്നും ഇല്ലെങ്കിൽ യൂഷ്വൽ ഡോസ് ഫോർ ഡ്രഗ്സ് ദാറ്റ് യു ഗിവ് ത്രൂ എൻഡോട്രക്കിയൽ ട്യൂബ് ഇസ് 2 to 2.5 times the IV ഡോസ്. അപ്പൊ നമ്മൾ 1 milligram ആണ് IV കൊടുക്കുന്നെങ്കിൽ ദ കറസ്പോണ്ടിങ് വുഡ് ബി അറൌണ്ട് 2.5 milligram വരെ കൊടുക്കാം. അത് യൂഷ്വലി ഒരു
ഒരു 10 ml ആയിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു സക്ഷൻ കത്തീറ്റർ ഉള്ള സാധനം എൻഡോട്രക്കൽ ട്യൂബിലോട്ട് അങ്ങ് കരിനെ വരെ ഇറക്കുക. ഇറക്കിയിട്ട് സക്ഷൻ കത്തീറ്ററിന്റെ അറ്റത്താണ് നമ്മൾ ഈ ഡ്രഗ് കൊടുക്കുന്നത്. പുഷ് ചെയ്യുക. പുഷ് ചെയ്തതിനു ശേഷം ആംബു ബാഗ് എടുത്ത് നല്ലോണം ഒരു 2-3 തവണ ആംബു ബാഗ് ചെയ്യുക. അപ്പൊ ഈ ഡ്രഗ് വിൽ ഡിസ്പേഴ്സ് into the lung and will get absorbed എന്നാണ് പറയുന്നത്. That is how we give adrenaline to the endotracheal. Atropine is never recommended in cardiac. That is one point I did not stress. Atropine can be given in bradycardia. It is not recommended to be given in cardiac arrest. So that is very clear. Can you share the video? Synchronized and cardioversion and asynchronous. Okay, we give asynchronized cardioversion in cardiac arrest. Synchronize ചെയ്യുന്നത് for cardioversion. Cardioversion എന്ന് പറഞ്ഞാൽ നമ്മൾ AF-നെ റിവേർട്ട് ചെയ്യാൻ വേണ്ടി synchronize ചെയ്യും. That is to prevent R-on-T phenomena and further worsening of the rhythm. That is only for cardioversion we press the sync button. AF ആണ് typical cardiovert ചെയ്യുന്നത്. Acute AF. Which is the best mode in ventilator to use immediate force resuscitation? We usually go for volume control. So there is no much of difference between volume control, A bar CME, and most of the time they would be well sedated and even given muscle relaxants because ഇവർ hyperventilate ചെയ്യുന്ന കാർഡിയോക്സൈഡ് വാഷ് ഓഫ് ചെയ്താലും ബ്രെയിനിന്റെ ബ്ലഡ് ഫ്ലോ കുറയും. അപ്പൊ അതും ഹൈപ്പർവെന്റിലേറ്റ് ചെയ്യണ്ട. 2 compressions per 30 seconds. അങ്ങനല്ല, 30:2 എന്ന് പറഞ്ഞാൽ നമ്മൾ 30 കംപ്രഷൻ കഴിഞ്ഞിട്ട് കംപ്രസർ ഇത് കംപ്രസ് ചെയ്യുന്ന ആള് നിർത്തിയിട്ട് 2 ബ്രെത്ത്സ് കൊടുക്കണം. അതാണ് 30:2. 2 compressions per 30 seconds അല്ല. കംപ്രഷൻ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 100 to 120 compressions per minute. അപ്പൊ ആലോചിച്ച് നോക്ക്, ഒരു 120 പോവുകയാണെങ്കിൽ 60 സെക്കൻഡ്. അപ്പം 1 സെക്കൻഡ് 2 കംപ്രഷൻ കൊടുക്കണം അല്ലേ? 120 2 കംപ്രഷൻ 1 സെക്കൻഡ് കൊടുക്കണം. സോ ഇറ്റ് ഈസ് വെരി 0.5 seconds ഉള്ളൂ നമുക്ക് ഒരു കംപ്രഷന്. 30:2 എന്ന് പറഞ്ഞാൽ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ ആണ്. 30 കംപ്രഷൻ കൊടുത്തിട്ട് കംപ്രസർ നിർത്തും. അപ്പൊ മറ്റേ ആള് ആംബു ബാഗോ എൻഡോട്രക്കൽ ട്യൂബ് ആണെങ്കിൽ അത് ചെയ്യും. ഓക്കെ, അത് നമുക്ക് എൻഡോട്രക്കൽ ട്യൂബ് ആണെങ്കിൽ നമുക്ക് നിർത്തേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ പറഞ്ഞ സിങ്ക്രണൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സിങ്ക്രണി ആണ് നിർത്തിയിട്ട് വെന്റിലേഷൻ കൊടുക്കുന്നതാണ് സിങ്ക്രണി എന്ന് പറയുന്നത്. സിങ്ക്രണൈസ് ചെയ്ത് കംപ്രസർ ഇല്ലെങ്കിൽ എന്ത് പറ്റും? കംപ്രസർ ഞെക്കാൻ നേരത്താണ് ബാഗ് മറ്റേ വെന്റിലേറ്റർ ആംബു ബാഗ് ഞെക്കുന്നെങ്കിൽ എന്ത് പറ്റും? പോണോന്നില്ല, എയർ കാത്തോട്ട് കയറൂല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പ്രഷർ വരുന്നത്. അതുകൊണ്ട് ഈ 30:2 എന്ന് പറഞ്ഞാൽ അതാണ് കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ ആണ്. മോഡ് പറഞ്ഞു. ഓട്ടോപീപ്പ് ഐഡന്റിഫൈ ആണെങ്കിൽ you have to do a expiratory hold maneuver on the ventilator. Okay. That will tell you the total peep minus set peep is auto peep. That is one that develops because of the problem of the patient. ചിലപ്പോൾ ഒരു ബ്രോങ്കോസ്പാസം അല്ലെങ്കിൽ കുറച്ചൊരു COPD ഉള്ള പേഷ്യൻസിനാണ് സാറിന് കാണുന്നത് ഓട്ടോ പീപ്പ് കാണാം. റിപ്പീറ്റഡ് ഷോക്ക്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു 150 ആണ് നമ്മൾ ഫസ്റ്റ് ഷോക്ക്. ഇപ്പൊ നമ്മൾ ICU ഇരിക്കുന്ന ഡിഫിബ്രിലേറ്ററിൽ 150 ആണ് ഡീഫോൾട്ട് എനർജി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഷോക്കിൽ 150 കൊടുക്കും. അപ്പൊ അതിൽ സെക്കൻഡ് ഷോക്കിന്റെ എനർജി ചോദിക്കാൻ നേരത്ത് യു ക്യാൻ യൂസ് ഐദർ 150 ഓർ ഗോ അപ് ടു 200 വരെ പോവാൻ നമ്മളെ വെന്റിലേറ്ററിന് കഴിവുണ്ടെങ്കിൽ ഹയർ 150 ഓർ ഹയർ എനർജി എന്നാണ് പറയുന്നത്. തേർഡ് ഷോക്ക് ഈസ് സിമിലർ ടു എ സെക്കൻഡ് ഷോക്ക്. അപ്പൊ 1, 2, 3 ഷോക്കിന്റെ പറഞ്ഞു. ഒന്ന് 150 ആയിരിക്കും, നമ്മുടെ ഡിഫോൾട്ട് എനർജി 150 ആണെങ്കിൽ. സെക്കൻഡ് ഷോക്കിന്റെ ഓപ്ഷൻസ് 2 ഉണ്ട്. ഒന്ന് 150 തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 150 റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് 200 കൊടുക്കാം. തേർഡ് ഷോക്ക് നമുക്ക് 200 ആണ് സെക്കൻഡിൽ കൊടുത്തെങ്കിൽ തേർഡ് ഷോക്ക് 200 തന്നെ കൊടുക്കാം. If there is pulse and no respiration, should we follow CAB or ABC? For all emergency it is ABC except for cardiac arrest where it is CAB. അത് ഡിഫിക്കൽട്ട് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ. ആദ്യം നമുക്ക് ചെല്ലാൻ നേരത്തെ അറിയത്തില്ലല്ലോ കാർഡിയക് അറസ്റ്റ് ആണോ എമർജൻസി സിറ്റുവേഷൻ. അപ്പൊ യു സീ ദ പേഷ്യന്റ് ഇസ് റെസ്പോൺസീവ് ആണെങ്കിൽ പിന്നെ ABC നോക്കി. ഹൈഡ്രോക്സിക്ലോറോക്വിൻ ടോക്സിസിറ്റി ആൻഡ് ട്രീറ്റ്മെന്റ് അത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല സാറ് പറയുന്നത്. അല്ല, അതിൽ നമുക്ക് ആദ്യം ചെയ്യുന്നത് അത് ഇന്റർവെല് ഒരു ECG എടുത്ത് നോക്കണം. അക്യൂറ്റി ഇന്റർവെൽ പ്രൊലോങ്ഡ് ആണോ ഇല്ലെന്ന് നോക്കണം. പ്രൊലോങ് ചെയ്യുന്ന ട്രെൻഡ് ആണെങ്കിൽ നിർത്തുക. ട്രീറ്റ് സ്റ്റോപ്പ് ദ ഹൈഡ്രോക്സിക്ലോറോക്വിൻ. പിന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്യാനേ നോക്കും, അല്ലാതെ അതിന് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഇല്ലെന്നാണ്. ഇലക്ട്രോലൈറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്യുക. പൊട്ടാസ്യം അതർ ഡ്രഗ്സ് അസിത്രോമൈസിൻ അതുപോലത്തെ സാധനങ്ങളും നിർത്തുക. ദാറ്റ് വിൽ ഇൻക്രീസ് QTC.
പിന്നെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ് ട്രീറ്റ് ചെയ്യും.